കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെയും ഈ സന്ധ്യാവേളയെങ്കിൽ ഒരുമിച്ച് കർത്താവിന്റെ നാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി സാക്ഷി കൂടാരത്തിലേക്ക് അനുഗ്രഹീതനായ ഒരു കർത്തദാസന് ഇന്ന് രാത്രി വേള നമ്മോടൊത്ത് ജോയിൻ ചെയ്യുവാൻ ദൈവം സാവകാശം ഒരുക്കി. കർത്തദാസനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഈ സാക്ഷി കൂടാരത്തിൽ കടന്നു വന്ന് സാക്ഷിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുവല്ലോ. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ നടുവിലേക്ക് ബ്രദർ ഷാബു വർഗീസ് തന്റെ അനുഭവ സാക്ഷ്യവുമായിട്ട് നമ്മോടൊത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. കർത്തദാസിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. തന്റെ ജീവിതത്തിൽ വിഭിന്നങ്ങളായ അനുഭവങ്ങൾ കർത്താവ് നൽകിയിട്ടുണ്ട്. അവയൊക്കെയും കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കപ്പെടുവാനും അനേകർക്ക് ഈ സാക്ഷ്യം വളരെ ആശ്വാസവും വിടുതലുമായി മാറുവാൻ ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്തദാസിന് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ നിമിഷം ഞങ്ങൾ അവിടുത്തെ പൊന്നുമുഖത്തേക്ക് നോക്കുന്നു. കർത്താവെ, ഈ രാത്രി വേളയെങ്കിൽ അവിടുത്തെ നാമം മഹിമപ്പെടുവാൻ ഇടയാക്കണമേ. കർത്തദാസിനെ അതിശക്തമായി കരങ്ങളിൽ വഹിക്കണമേ. കർത്താവെ, അങ്ങ് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഇന്ന് രാത്രി വേള നന്ദിയോടെ കർത്താവെ അങ്ങയെ സ്തുതിക്കുവാനും തന്റെ ജീവിതത്തിൽ ചെയ്ത സകല ഉപകാരങ്ങളെയും വർണ്ണിക്കുവാനും അങ്ങയുടെ അഭിഷിക്തനെ സ്വർഗം സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. നന്മകൾ കൊണ്ട് നിറച്ചനുഗ്രഹിക്കണം, കുടുംബമായി മാനിക്കണം. തന്നെ കൊണ്ട് ചെയ്യിക്കുന്ന എല്ലാ വേലകൾക്കായിട്ടും സ്തോത്രം. കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. പ്രാർത്ഥനയാചനയും കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദയയോടെ കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം കർത്താവിന്റെ ദാസനെ ഞങ്ങളോടൊത്ത് ജോയിൻ ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് കർത്തദാസനെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാത്രി വേളയെങ്കിൽ കർത്താവ് നടത്തിയ വിധങ്ങൾ, തന്റെ ബാല്യകാല സ്മരണകൾ, ജീവിതത്തിൽ രക്ഷയിലേക്ക് കടന്നു വന്ന സാഹചര്യങ്ങൾ, ജീവിതത്തിൽ ദൈവം തമ്പുരാൻ നടത്തിയ വിധങ്ങൾ ഒക്കെയും ഇന്ന് നമ്മുടെ പ്രേക്ഷകരോട് സാക്ഷിക്കുവാൻ, കർത്താവിന്റെ നാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി തന്റെ സാക്ഷ്യങ്ങൾ പ്രസ്താവിക്കുവാൻ സമയമുണ്ട്. അതിനായി കർത്തദാസനെ ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവിന്റെ ദാസന് സാക്ഷ്യങ്ങൾ തുടരാം. എന്റെ പേര് ഷാബു വർഗീസ് എന്നാണ്. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല താലൂക്കിൽ കുറ്റൂർ പഞ്ചായത്തിൽ കല്ലൂർക്കുളത്തിൽ ഹൗസിൽ യോഹന്നാൻ വർഗീസിന്റെയും ഏലിയാമ്മ വർഗീസിന്റെയും മകനായി ജനിച്ചു. ഞാൻ 1963 ജനിച്ചത്. മെയ് മാസത്തിലാണ്. ഞങ്ങളെ എൻ്റെ പിതാവിനും മാതാവിനുമായി ഞങ്ങൾ 10 മക്കളാണ്. 7 സഹോദരിമാരും 3 സഹോദരന്മാരുമാണ്. അതിൽ 8ാമത്തതാണ് ഞാൻ. എൻ്റെ വിദ്യാഭ്യാസ ജീവിതം തുടങ്ങി ഞാൻ ഒരു ക്ലാസ്സും തോക്കാതെ 10ാം ക്ലാസ് വരെ പെട്ടെന്ന് ജയിച്ചു വരുവാനിടയായി. ഞങ്ങളുടെ അന്നത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 10 മക്കളിൽ അന്ന് 5 പേര് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 5 പേര് പഠിക്കുന്നെന്ന് വെച്ചാൽ അന്ന് ഒരു വിളക്കിന്റെ കീഴിലാണ്. പെട്ടെന്ന് വിളക്ക് ചിലപ്പോൾ കെട്ടുപോയാൽ തന്നെ അത് പഠിത്തം നിൽക്കും. അങ്ങനെ പലരും പെട്ടെന്ന് അന്നൊക്കെ വളരെ സംസാരിക്കുന്ന ഒരു കാലങ്ങളൊക്കെയാണ്. എന്നാൽ പെട്ടെന്ന് ഞങ്ങളങ്ങനെ പഠിത്തമൊക്കെ വലിയ ഒരു പരുവത്തിൽ പോയിക്കൊണ്ടേയിരുന്നു. എന്നാൽ ഭയങ്കര കഷ്ടത നല്ലൊരു ഭവനമായിരുന്നു. കാരണം ചോദിച്ചാൽ എൻ്റെ പിതാവിന് താറാവ് കൃഷി ഉണ്ടായിരുന്നു. അതുപോലെ ചന്തകളിൽ കച്ചവടം ഉണ്ടായിരുന്നു. ഇങ്ങനെ ചെറിയ തോതിലുള്ള കച്ചവടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ വലിയ പ്രയാസമുള്ള ഒരു കാലയളവാണ്. ഒരാൾ അധ്വാനിച്ചു കൊണ്ടുവന്ന് പെൺമക്കളെ കെട്ടിക്കണം, മറ്റുള്ള പല കാര്യങ്ങൾ, അവർക്ക് ഡ്രസ്സ് വേണം, പല കാര്യങ്ങൾ. അന്ന് ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് ഞങ്ങൾ സ്കൂളിൽ കൊണ്ടിരുന്ന കാലയളവുണ്ട്. അത് വന്ന് അല്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെ പോയിട്ടുള്ള കാലങ്ങളൊക്കെയാണ് അന്നത്തെ കാലം. അന്ന് ആകെ ദാരിദ്ര്യം ഉള്ള കാലങ്ങളായിരുന്നു. അന്ന് പ്രധാന കൃഷികളൊക്കെയാണ് ഈ താറാവ് കൃഷി എന്നൊക്കെ പറയുന്നത്. അന്ന് വലിയ ഗൾഫുകാരൊന്നും ഉള്ള കാലങ്ങളല്ല. അന്ന് ഏതാണ്ട് ഗൾഫിലൊക്കെ ഏതാണ്ട് 70-73 എന്ന് പറയുമ്പോൾ ആ ചെറിയ തോതിലൊക്കെ 1-2 പേരൊക്കെ ഈ കലിശ്ശേരി മണിക്കേറെ ഒക്കെയുള്ള പ്രദേശങ്ങൾ നിരോധന ഭാഗത്തൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. എന്നാൽ അന്ന് വലിയ മുന്നോട്ടുള്ള പഠിത്തത്തിന് വലിയ ലക്ഷ്യമില്ലെങ്കിലും ഞാൻ ഒരു ക്ലാസ് പോലും നോക്കാതെ പെട്ടെന്ന് 10ാം ക്ലാസ് വരെ പഠിച്ചു. എന്നാൽ ആ സമയത്ത് മുന്നോട്ട് പഠിക്കാൻ എന്ന ഒരു പരിപാലന മറ്റുള്ള ഒരു കാര്യം പറഞ്ഞ് ഞങ്ങളുടെ അമ്മയുമായിട്ട് ചില
SSLC പരീക്ഷയിൽ അന്ന് പോകുന്ന വഴി പറഞ്ഞ് ഒടുവിൽ 3 പൈസ എടുക്കാനില്ല. അന്ന് 3 പൈസയാണ്. അന്ന് ഡോട്ട് പെൻ ഒന്നുമില്ല, നമ്മുടെ മെഷിപ്പേനകളാണ്. എന്നാ പെട്ടെന്ന് അല്ലെങ്കിൽ ആ 3 പൈസയ്ക്ക് വേണ്ടി പൈസ വെച്ച് തരാനില്ലെന്നും പറഞ്ഞ് SSLC പരീക്ഷയിലകത്ത് ചെറിയൊരു ബഹളമൊക്കെ ഇട്ട് എന്റെ അമ്മ ചരച്ചിന് കഴിഞ്ഞുള്ള ജീവിതമായിരുന്നു അന്നത്തെ കാലത്ത്. അങ്ങനെ ചെറിയ വ്യാകാരമൊക്കെ തുടങ്ങി. അങ്ങനെ അന്നത്തെ അറിവില്ലായ്മ ഒരു കാലമാണ്. അന്ന് ഞാൻ പോകുന്നില്ലെന്നും പറഞ്ഞിട്ട് വേറെ 9,000 ഓടിപ്പോയി SSLC പരീക്ഷ എഴുതി. അന്ന് ഏതാണ്ട് 50-35 മാർക്ക് കണ്ട് അത് കിട്ടി. പിന്നെ നോക്കണമെന്ന് പഠിച്ച് പോയി. എന്നാൽ SSLC തോക്കേണ്ട ഒരു ഗതി വന്നു. എന്നാൽ എന്നെ പിന്നെ കോളേജിൽ വിടാൻ പറഞ്ഞിട്ട് എന്നെ വിട്ടില്ല. അന്നൊക്കെ ഞങ്ങൾക്ക് വലിയ താരാഘോഷിക്കാരായിട്ടൊക്കെ നടക്കുന്ന കാലം. അതിന്റെ താരാജ് കൂടെ വിടാന്ന് പറഞ്ഞു. ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞാണ്. നൊടിയില് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ പോയി കഴിഞ്ഞാണ് പിതാവിനോട് പറഞ്ഞു, എനിക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ 300 രൂപ തരണമെന്ന് പറഞ്ഞു. അന്ന് 300 രൂപയ്ക്ക് ഡ്രൈവിംഗ് പഠിക്കാവുന്ന ഒരു കാലയളവാണ്. എന്നാ തരാന്നൊക്കെ പറഞ്ഞ് നിർത്തി. എന്നാൽ 2 മാസം കഴിഞ്ഞപ്പോൾ എന്റെ പിതാവ് പറഞ്ഞു, നാളെ എനിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ എന്നാ ഇന്ന് പോകണ്ട, വർഷം പോകണ്ട, അടുത്ത വർഷം പാന്ന്. എന്നാ ഞാൻ ഇന്ന് തന്നെ പോകുമെന്ന് പറഞ്ഞ് വാശി പിടിക്കും. എന്നാ പോയാട്ടെന്ന് പറഞ്ഞു. കൊടിയിൽ അങ്ങനെ ഞാൻ എന്റെ ഒരു പാപ്പന്റെ മോനോട് പറഞ്ഞു, നാളെ കുറച്ച് താറാന് കിട്ടിയതാണ്. എന്റെ ഏകദേശം സമപ്രായത്തിലുള്ള ഒരു സഹോദരനാണ്. എന്നാ ഞാനും വരുന്നെന്നും പറഞ്ഞ് ഞങ്ങള് 70 താറാവിന്റെ ഒരു ഈസ്റ്ററിന്റെ തലേ ദിവസം തിരുവല്ല ഭാഗത്തൊക്കെ എല്ലാം വിട്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ബോംബെക്ക് പോകാനായിട്ട് ചങ്ങനാശ്ശേരി അന്ന് 66 രൂപയും ബോംബെക്ക്. ഞാൻ റെയിൽവേ സ്റ്റേഷനൊക്കെ പോയി നോക്കിയപ്പം 66 രൂപയേ ഉള്ളായിരുന്നു അന്നത്തെ കാലത്ത്. എന്നാ പോകാന്ന് വിചാരിച്ച് ടിക്കറ്റ് ഒക്കെ എടുത്ത് എറണാകുളത്തൊക്കെ യാത്ര ചെയ്തുകൊണ്ട് എന്റെ മനസ്സ് മാറി. ഞാൻ ഇവിടെ തിരിച്ചു വരുമ്പോൾ അവിടെ ഉപ്പാപ്പ ചിലപ്പം എന്നെ ശരിയാക്കുമല്ലോ ചിന്താക്കി അതിനെനിക്ക് ശരി ഹിന്ദി ഒന്നും അറിയത്തില്ലോ എന്ന് ചിന്തിച്ച് എന്നാൽ ഞങ്ങളെ കൊച്ചിയിൽ ഇറങ്ങി അവിടെയൊക്കെ നടക്കുവാൻ ആ കാലയളവിലാണ് വൈപ്പിൻകരയിൽ വിഷമന്ത്യം ചെന്ന 500 ആൾക്കാര് മരിക്കുന്നതിന് 2 ദിവസം മുമ്പാണ് ഞങ്ങളെല്ലാം കണ്ടത്. ഈ കൊച്ചി എയർപോർട്ടിന് ആദ്യത്തെ എയർപോർട്ടിന്റെ ഭാഗങ്ങളിൽ കായലുകളാണ്. അങ്ങനെ അന്നിപ്പോ അവിടെ നമുക്ക് അന്ന് അറിയത്തില്ല, അതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ആയി. അന്ന് അവനെ ഞാൻ എന്നാണ് ഒരു ഉപ്പാപ്പ പെരുമ്പേട്ടിലുണ്ടായിരുന്നു, അവിടെ കൊണ്ടാക്കിയിട്ട് ഞാൻ എന്റെ മൂത്ത സഹോദരി എടുക്കാൻ പോകാനില്ല. ആ അളിയൻ വന്ന് താറാഘോഷിക്കാരാണ്. അവിടെ ഞങ്ങൾ അവിടെ പോയി. 2 ദിവസം 2 ആഴ്ച കഴിഞ്ഞാണ് വീട്ടിൽ വന്നപ്പോൾ മാതാവ് ഞങ്ങളുടെ വീട്ടിൽ കയറ്റത്തില്ല. അങ്ങനെ വലിയൊരു പ്രശ്നമായി. കഷ്ടപ്പെട്ട് അവർ വളർത്തിക്കൊണ്ടിരിക്കുന്ന കാലയളവാണ്. അവരെ ആരുടെ കുറ്റമില്ല. അന്നത്തെ രീതികളൊക്കെ അങ്ങനെ ആയിരുന്നു. എന്നാൽ ഞാൻ പിന്നെ അങ്ങനെ സ്വന്തമായിട്ട് മൈക്കാട് പണിക്ക് പോകാൻ അന്ന് 12 രൂപ കൂലി, മേശയ്ക്കകത്താൽ 1 രൂപ കമ്മീഷൻ കൊടുക്കണം. അങ്ങനെ രാവിലെ 7 മണി മുതൽ 7 മണി വരെ അന്ന് വലിയ വെട്ടുകളൊക്കെയാണ്. ചുമന്ന് കൊടുത്തി ഡാന്ന് ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്ത് വലിയ കഷ്ടപ്പാടുള്ള ദിവസങ്ങളായിരുന്നു. 3 മാസക്കാലം ഞാൻ അങ്ങനെ കുറച്ച് പൈസ ഉണ്ടാക്കി. ഞാൻ വന്നാൽ ഞാൻ ചെറിയ താറാകൃഷികൾ അന്ന് വലിയൊരു ഡിമാൻഡുള്ള കൃഷികളായിരിക്കാം. ഞങ്ങളുടെ ഓതർ ഭാഗത്ത് തന്നെ 100-പരം ആൾക്കാർ താറാകൃഷിക്കാരായിരുന്നു അന്ന്. അന്നേരം ഞാൻ എന്നാ സ്വന്തമായിട്ട് താറാകൃഷി തുടങ്ങി. അങ്ങനെ തുടങ്ങി ആദ്യം ഒരു 2 പവന്റെ ഒരു മാലയൊക്കെ പണിതു. അന്ന് പവനൊക്കെ 250 രൂപ ഒക്കെ ഉള്ളൂ. അങ്ങനെ 2 പവന്റെ ഒരു മാലയൊക്കെ പണിത് കഴിഞ്ഞപ്പോൾ എന്റെ കൂടെ ഒരു സഹോദരൻ, ഒരു കൂട്ടുകാരൻ, ഒരു മദ്യപാനി എന്നെ അടുക്കുവാനും എന്നെ ഹല്ലേലൂയ ഞങ്ങളുടെ സ്നേഹത്തിൽ വന്ന് ഞാൻ അല്പം എന്റെ ഭവനത്തിൽ നിന്നൊന്നും നല്ല സ്നേഹം കിട്ടാൻ നിമിത്തം ഞാൻ ആ സഹോദരനെ അവിടെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും ഒക്കെ തീരുമാനിച്ചു. എന്റെ സ്വഭാവം എന്ന് വെച്ചാൽ ഒരാളുടെ ആത്മാർത്ഥമായി ഇടപെട്ടാൽ അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുക എന്നുള്ളൊരു രീതിയായിരുന്നു എന്റെ ചെറുപ്പം മുതൽ. എന്നാൽ ആ സഹോദരൻ എന്നെ ഹല്ലേലൂയ ഒരു ദിവസം ഞങ്ങൾ തമ്മിൽ കുടിച്ചൊന്ന ആ സഹോദരനെ അന്നേരെ ഈ സംഘത്തിൽ നിന്നൊക്കെ താറാവ് ഗോതമ്പൊക്കെ മേടിക്കാനായിട്ട് 8 രൂപ പലിശയ്ക്ക് ഓണച്ചിട്ടിൽ നിന്ന് പൈസ എടുക്കുന്ന ഒരു കാലയളവായിരുന്നു. ആ സമയത്ത് ആ ദാസനും സഹോദരനും ഇത്തിരി പൈസ ഒക്കെ എടുത്ത് മേടിച്ചു കൊടുക്കുമായിരുന്നു. എന്നാൽ ആ സഹോദരൻ ഒരു ദിവസം എന്നോട് ഞങ്ങൾ രണ്ടും കൂടെ ഒരു ദിവസം താറാവ് തമ്മിൽ യോജിച്ചു പോയി. അന്നേരം വലിയ ഗോതമ്പ് മേടിച്ചുകൊണ്ടാ പറഞ്ഞ് ഞാൻ ഒരു 300 രൂപ ഒരു വേറൊരു ആ ദേശത്തുള്ള ഒരു കിട്ടിയ കൃഷി കൊടുക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തിയുടെ മേടിക്കുവാൻ അവർ രണ്ടും കൂടെ പോയി കുറച്ച് അന്നൊക്കെ ഇഷ്ടംപോലെ വാറ്റുകാരാൻ വിൽക്കുന്ന ഒരു കാലയളവാണ് നാട്ടിലില്ല. അന്നേരം അവിടേക്ക് പോകുവാനിടയിൽ അന്നേരം എന്നോട് തിരിച്ചു വന്നവൻ പറഞ്ഞു, അവിടെ 2 ഗ്ലാസ് വിരിപ്പുണ്ട് ഒരു വരമ്പിന്റെ അർപ്പിൽ എന്ന് പറഞ്ഞു. എന്നാ അത് ഞാൻ പോയി കുടിച്ചു. പിന്നെ എന്റെ ജീവിതത്തിൽ പെട്ടെന്ന് എനിക്ക് അസ്വസ്ഥ പോലെ പോകുവാനിടയായി. അവിടുന്ന് ഞാൻ പിന്നെ ഈ സഹോദരന്റെ പുറകെ പോയി. അന്നൊക്കെ ഇഷ്ടംപോലെ ഷാപ്പുകളാണ് ഞങ്ങളുടെ തേക്കോടുള്ള പ്രദേശത്ത്. അവിടെ എല്ലാം കയറി ഒരു 5 മണി വരെയും കുടിച്ചുകൊണ്ടിരുന്നു. എന്നാൽ പെട്ടെന്ന് എന്റെ
ഹാർട്ടിന്റെ അകത്ത് ഒരു വേദന പോലും തോന്നുന്നത് പെട്ടെന്ന് ഞാൻ അവിടെ വീഴുവാനിടയായി. എന്നാൽ ഈ സഹോദരൻ എന്റെ പിതാവിനോട് എന്ന് പറഞ്ഞു, അവൻ സാബു ഇതുപോലെ മദ്യം വിഷം അടിച്ചെന്നൊക്കെ പറയുവാനിടയായി. എന്നാൽ ഇതെനിക്ക് എങ്ങനെയാണെന്നൊന്നും ഇതുവരെയും മനസ്സിലായിട്ടില്ല. ഞാൻ അവിടുന്ന് വീടാണ് കിടന്നിടത്ത് എന്റെ ഒരു പാപ്പന്റെ മോനും വേറെ ഒരു സഹോദരനും കൂടെ എന്നെ ഓട്ടോ പിടിക്കാൻ തിരുവല്ല ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ചികിത്സ ആദ്യത്തെ ചികിത്സ പറഞ്ഞു മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. എന്നാൽ എൻ്റെ ഒരു സഹോദരനും എൻ്റെ ഒരു സഹോദരി അന്ന് ശത്രു ആത്മാവിൽ ആരാധിക്കുന്ന അടുത്തുള്ള ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു സഭ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ അവർ ചേർന്നിട്ട് 10-20 വർഷമൊക്കെ ആയിരുന്നു. എന്നാൽ അവരെ അവർക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് എന്റെ സഹോദരനെ പറഞ്ഞു, കർത്താവേ ഉദാഹരണ ദൈവമാണ്, മരണത്തിൽ നീക്കൊക്കെ കൊടുക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ പറഞ്ഞ് കരയുവാനിടയായി. എന്നാൽ ഞാൻ അവിടെ ചെന്ന് അത്യാഹിത വാർഡിൽ ചെന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ചികിത്സ തന്നുകൊണ്ടിരുന്നു. എനിക്ക് ബോധമൊന്നുമില്ല. എന്നാ ഞാൻ മരിച്ചു എന്ന് പറഞ്ഞ് ഡോക്ടർമാർ എന്നെ മോർച്ചറിയിലേക്ക് വിടുവാൻ സ്ട്രെച്ചറെ വിട്ടു. എന്നാ ആ സമയത്ത് എന്റെ പിതാവ് നോക്കിയപ്പോൾ എന്റെ കാലിന്റെ തള്ളവരം അലങ്ങുന്നതായി കാണുവാൻ ഇടയായി. അന്നേരത്തേക്ക് എന്നെ എന്റെ കുഞ്ഞിന് ജീവനുണ്ടെന്നും പറഞ്ഞ് ആ ഡോക്ടർമാർ പറയും. അവരെന്നെ പിന്നെയും അത്യാഹിത വാർഡിൽ കൊണ്ടുവന്ന് ഓക്സിജനൊക്കെ തന്ന് ഞാൻ ട്രിപ്പ് ഇട്ടിട്ട് 7 ദിവസം ഞാൻ അവിടെ കിടക്കുവാനിടയായി. എന്നാൽ ഏതൊക്കെ പറഞ്ഞുകൂടെ ഇരുന്ന അവരെല്ലാം പറയാം. എനിക്കൊരു ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു. എന്നാൽ 7-ാം ദിവസം ഒരു രാവിലെ കഴിഞ്ഞപ്പോൾ എനിക്ക് ബോധം വീണു. ഞാൻ നോക്കിയപ്പോൾ അന്ന് എന്റെ അടുത്ത് കിടക്കുന്നവരെല്ലാം മരിക്കുകയാണ്. കാരണം വെച്ചാൽ അന്ന് ഈ എസ്റ്റേറ്റിൽ നിന്നൊക്കെ അനേകം വിഷം അടിച്ചോ ഏതാണ്ട് പ്രശ്നത്തിൽ കൊണ്ടുവന്നാണ് അവരൊക്കെ മരിക്കുകയാണ്. എന്നിട്ട് എനിക്കൊരു ഭയങ്കര ഒരു പരമേശ്വരൻ എന്റെ ജീവിതത്തിലേക്ക് വന്നു. കാരണം വെച്ചാൽ ഇന്ന് എന്റെ ഈ താറാവൊക്കെ 1500 താറാവുണ്ട്, 2 വീട്ടുകാരുണ്ട്, അങ്ങനെയൊക്കെ ഉള്ള ഒരു കാലയളവാണ്. അന്ന് നല്ല പൈസയുണ്ട്. അന്ന് എന്റെ ഈ സംഭവം നടക്കുമ്പോൾ എന്റെ പോക്കറ്റിൽ അന്ന് 1700 രൂപ കിടപ്പുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അതിന്റെ നല്ല മറ്റൊരു ആശ്രയിക്കാതെ എനിക്ക് ചിലപ്പോൾ ഞാൻ ജീവിച്ച നല്ലൊരു പിന്നെ ഈ 1500 താറാവിന് 4 ലക്ഷം രൂപയ്ക്കുള്ളിൽ വില. അന്നത്തെ കാലത്ത് ഇതിന് 10 രൂപ 12 രൂപ വിലയുണ്ട്. അങ്ങനെ ഒരു കാലയളവുമാണ്. എന്നാൽ ഞാൻ അവിടുന്ന് കഴിഞ്ഞ് പോന്നു. അത് കഴിഞ്ഞപ്പോൾ ഈ സഹോദരൻ എന്നെ ഒരു ദിവസം രാത്രിയില് മദ്യപിച്ചിട്ട് സഹോദരൻ 10 കുട്ടി കഴിയുമ്പോൾ വലിയ പെട്ടെന്ന് ചാചാടുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ പുള്ളി ഉടനെ എന്നെ മറ്റൊരു ഇടിയിടിച്ചിട്ട് പറഞ്ഞു, നീ വിഷം കുടിച്ചിട്ട് മരിച്ചല്ല എന്ന് പറയാനാണ്. എന്നാൽ എന്റെ ഒരു ലൈറ്റിരുന്ന് ഞാൻ ആ സമയത്ത് ആ പുള്ളിയെ കൊന്നിട്ട് ഞാൻ നശിച്ചല്ലോ, ഇനി ഞാൻ ജീവിക്കുന്നില്ല, അടുത്ത വേവാപ്പാളമുണ്ട്, അവിടെ പോയി മരിക്കണമെന്നൊരു തീരുമാനിച്ചാൽ എനിക്ക് നിരാശകൾ കേട്ടുകൊണ്ടേ ഇരുന്ന ഒരു കാലമാണ്. അന്നേരത്തേക്ക് ഈ വേറെ 2 ആൾക്കാർ കൂടി വന്നു. അയ്യോ ലൈറ്റ് ചുമ്മാ എന്നും ഇതാ പരിപാടി വെള്ളമടിക്കാനാന്ന് പറഞ്ഞ് അവര് നിൽക്കുമ്പോൾ തന്നെ ഈ ലൈറ്റ് അടിച്ചപ്പോൾ എനിക്ക് ബ്ലഡ് ഇങ്ങനെ ഒഴുകുകയാണ്. എന്നിട്ട് എനിക്ക് മനസ്സിലായി, അയ്യോ എന്റെ സഹോദരൻ വയ്യോ. അതുപോലെ ഞാൻ സ്നേഹമായിരുന്നു, പക്ഷെ വെള്ളം അടിക്കുമ്പോൾ മാത്രമേ പുള്ളിക്കാരൻ ഉപദ്രവിക്കും. അന്ന് ഞാൻ ഉടനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ഒക്കെ ആശുപത്രി പോകാൻ മരുന്ന് വിളിക്കും. എന്നാൽ പുള്ളി അവിടുന്ന് തന്നെ ചെരുപ്പൂരി അടിക്കുകയൊക്കെ ചെയ്തു. എന്നാൽ അവര് എന്റെ ഒരു തെറ്റാന്റെ വീട്ടിലേക്ക് കയറുമ്പോൾ ആ വ്യക്തി ഈ ചോര കണ്ട് മറിഞ്ഞ് വീഴുവാനിടയായി. എന്നിട്ട് അവരുടെ വീട്ടിൽ ആരോ പറഞ്ഞ് അവർ വന്നപ്പോഴത്തേക്ക് ഈ പുള്ളി ഉടനെ കൂടി എന്നിട്ട് കൊക്കാക്കി പിടിച്ച് കൊല്ലുവാനായിട്ട് ഈ എന്നെ ആകെ എനിക്ക് ശ്വാസം മുട്ടി ഞാൻ കൈ വിട്ടിട്ട് ഓടിക്കളഞ്ഞു. അത് അവിടുന്ന് ആറാണ്ടൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ ഒരു വ്യക്തി ഒരു സാധനമുള്ള ഒരാളുണ്ടായിരുന്നു. ആ പുള്ളിന്ന് കേസ് കൊടുക്കുവാനിടയായി. എന്നാ അതിന്റെ 3-ാമത്തെ ദിവസം ഇത് ക്രിമിനൽ കേസായിട്ട് മാറി. ഒക്കെ വന്ന അറിവ് കിട്ടിയപ്പോൾ എനിക്ക് ആരും ഇല്ലാതിരിക്കുവാണ്. എനിക്ക് പാർട്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എനിക്കും അങ്ങനെ എപ്പോഴും ഇല്ല പാർട്ടി, അന്നും ഇല്ല പാർട്ടി. എന്നാലും ഞാൻ അങ്ങനെ ഒരു അളിയന്റെ വീട്ടിൽ ഓതറേക്കടുത്ത് പോയപ്പോൾ ആ അളിയൻ പറഞ്ഞു വേറെ ഒരാളെ പിടിച്ച് പാർട്ടിക്കാരനെ പിടിച്ച് കേസ് കൊടുക്കാതെ. എന്നാൽ അവര് പിന്നെ കള്ളക്കേസ് ഉണ്ടാക്കി എന്നെ ആശുപത്രിയിൽ ഇടേണ്ട 20 ദിവസം ഓണക്കാലത്ത് ഞങ്ങളെ ആശുപത്രികളായി. പിന്നെ അവര് ജാമ്യം ഇറങ്ങി, ഞങ്ങൾ ജാമ്യമില്ലാതൊക്കെ ഇറങ്ങി. എന്നാ പിന്നെ ആ സമയം കുറച്ച് ആളത്തൊക്കെ നീ എൻ്റെ കൂടെ നടക്കാൻ നമ്മൾ സംഭവിച്ചു പോയില്ലോ എന്നൊക്കെ പറയാനിടയാണ്. എന്നാൽ അത് കഴിഞ്ഞപ്പോഴാണ് ഞാന് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ മാനസികമായിട്ടൊക്കെ എനിക്ക് പല വിധത്തിൽ നിരാശ എനിക്ക് എന്റെ ജീവിതത്തിൽ ലക്ഷ്യമില്ലാത്തൊരു ജീവിതത്തിന്റെ പഠിത്തം പോയല്ലോ എന്നൊക്കെയുള്ള കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് ഒരു വല്ലാത്തൊരു ആദി പോലെ കയറുമായിരുന്നു. എന്നാൽ ഞാനിങ്ങനെ അമ്മയ്ക്ക് താരാവശ്യമുള്ള സമയത്ത് അന്നൊക്കെ 20 രൂപ കൊടുത്ത് ഞാൻ വെള്ളമൊന്നും തരത്തില്ല. അങ്ങനത്തെ ഒരു അവര് പെൺപിള്ളേർക്ക് വേണ്ടി കരുതുന്നുണ്ട്. പല വിധത്തിൽ ഈ കുഞ്ഞുങ്ങളെ കെട്ടിക്കണം, ഇങ്ങനെ ആഹാരം ഒക്കെ രാവിലെ പോയിട്ടൊക്കെ ചന്തയിൽ പോയി സാധനം വെച്ചുകൊണ്ടെന്നാണ് അന്ന് ഞങ്ങൾക്ക് ചക്ക കൊണ്ടെങ്കിൽ ജീവിക്കാതെ കൊടുത്തുള്ളൂ. അന്ന് അരിക്കാണ് കൂടുതൽ വില, മറ്റുള്ള സാധനങ്ങളൊക്കെ പലപ്പോഴുള്ള സമയങ്ങളുമാണ്. അങ്ങനെയൊക്കെ ഒരു ജീവിതകാലമായിരുന്നു ആദ്യകാലം. എന്നാൽ
ഞാൻ മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു വഴക്കൊക്കെ കഴിഞ്ഞ ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു വിവാഹാലോചന വന്നു. എന്നെ ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് ഒരു മർത്തോമ പള്ളിയിലെ ഒരു കപ്പ്യാർക്ക് 6 പെൺമക്കൾ ഉണ്ടായിരുന്നു. ആ പെൺമക്കളിൽ രണ്ടാമത്തെ അവളെ വെച്ച് ബാക്കിയുള്ളവരെല്ലാം ഡൽഹിയിലായിരുന്നു. എനിക്ക് ഒരു വിവാഹം നിശ്ചയം വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിപ്പോഴേ വിവാഹം വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഞാൻ നടക്കുകയായിരുന്നു. അമ്മായിമാരുമായിട്ട് ഞാൻ നേരത്തെ വേറെ ഒരു കല്യാണ പരിപാടിക്ക് ഈ വഴക്കുണ്ടാക്കിയ പുള്ളിയുമായിട്ട് പരിചയമുണ്ട്. എന്നാൽ ഞാൻ വെച്ചാൽ എനിക്ക് ഇപ്പം കല്യാണം ഒന്നും വേണ്ട, അതല്ല പോലെ എങ്ങനെ നന്നായി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഞാനും ഉണ്ടായിരിക്കും 50 വയസ്സായതൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ 27ാമത്തെ വയസ്സിൽ ഇത് എന്റെ സ്വന്തം ചെലവിൽ തന്നെ അന്ന് ഉച്ചക്കല്യാണമൊക്കെയാണ്. അങ്ങനെ വേറെ ഞാൻ ബേക്കറിയിൽ നിന്ന് കുറച്ച് കടം പിടിച്ച് പുതിയതായിട്ട് ബേക്കറി തുടങ്ങുന്ന ഒരു കാലയളവാണ്. അവിടെ നിന്ന് കടം മേടിച്ച് ഉച്ചക്കല്യാണം നടത്തി. അങ്ങനെ ഉച്ചക്ക് കല്യാണം നടത്തി ഞങ്ങള് ജീവിതം ആരംഭിച്ചു. അവിടെ വീട്ടിൽ അന്നേരം വേണ്ടതെല്ലാം കൊടുത്തില്ലെന്നും പറഞ്ഞ അമ്മ അവിടെ മകന്മാർക്കെല്ലാം കരുതാന്നും പറഞ്ഞ് ചില പ്രശ്നങ്ങൾ ഇടുവാൻ തുടങ്ങി. എന്നാൽ ഞാൻ എന്നെ അവിടെ ദത്ത് കയറ്റിയതാണ്. എന്നാൽ അവിടെ ചെന്ന് വന്ന വലിയ പട്ടിണി ക്ഷാമമൊക്കെ ഉള്ള കാലങ്ങളാണ്. ആ പിതാവ് ഇതുപോലെ കുഞ്ഞുങ്ങളെ വളർത്താൻ പ്രയാസപ്പെട്ട് അവരെ കെട്ടിക്കാനൊക്കെ വകയില്ലാതിരിക്കുന്ന ഒരു കാലങ്ങളുമാണ്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അവിടെ ചെന്ന ഞാനിങ്ങനെ ഒരു കുടിയിലായി ഉണ്ടാക്കിയതാണല്ലോ എന്ന് വിചാരിച്ച് എനിക്കൊരു മാനസാന്തരം എന്റെ ജീവിതത്തിൽ വരുവാൻ തുടങ്ങി. ഞാൻ അന്ന് അവിടെ ഒന്നും പറയാതെ ഇങ്ങനെ വന്ന് ഇവിടെ പ്രസവിക്കുന്നതിന്റെ ഒരു പ്രസവിച്ചു കഴിഞ്ഞ് ഒരു 55ാമത്തെ ദിവസം അവളെ വിളിച്ചോണ്ട് വരായിരുന്നു. അവിടെ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ അവളെ വിളിച്ചോണ്ട് വീട്ടിൽ വന്നപ്പോൾ ഞങ്ങളുടെ അമ്മ വീട്ടിൽ കയറ്റത്തില്ല. അങ്ങനത്തെ വലിയൊരു അവസ്ഥയൊക്കെ ആയിരുന്നു. എന്നാൽ അവര് ഞങ്ങളുടെ സഹോദരന്മാർക്കൊക്കെ അത് കിണറൊക്കെ കൊടുത്താന്നും പറഞ്ഞ് ഭയങ്കര ബഹളമായി. എന്നാൽ ഞാൻ കഞ്ഞി വെക്കാൻ നോക്കിയാൽ കഞ്ഞി വെക്കത്തില്ല. അങ്ങനെ ഞങ്ങള് അടുക്കളയിൽ അല്ല അവിടെ എഴുത്തില്ലാത്ത പശു അകത്ത് വിറ്റ് കഴിഞ്ഞ് വെക്കുന്ന സമയമാണ്. അവിടെ ഞങ്ങള് കഞ്ഞി വെക്കുവാനിടയായി. ആ കഞ്ഞി വെക്കുവാനിടയായിരുന്ന ഞങ്ങളെ അവിടുത്തെ വസ്തു എല്ലാം ഞാൻ ഡൽഹിക്ക് 90 പോയി. എന്റെ കല്യാണം 90 മാർച്ചിലാണ്. എന്നാൽ അതിന്റെ ഒരു ജൂലൈ സമയത്ത് കൊണ്ടാണ് ഞാൻ ജൂണിലാണ് ഞാൻ ഡൽഹിക്ക് പോകുന്നത്. അവിടെ വലിയ ഒരു നമ്മുടെ റെയിൽവേയുടെ സ്വീകരണ അവിടെ ഉണ്ടാക്കുന്ന ഒരു ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിൽ ഭയങ്കര താമസ സമയത്ത് എനിക്ക് ചെറിയ ജോലി കിട്ടി. മാസത്തിൽ 700 രൂപ കണ്ട് കിട്ടുമെന്നൊക്കെ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു റൊട്ടി പോലും കടിക്കാൻ വയ്യ. ഇങ്ങനെ കൈയും കൊണ്ട് ഇങ്ങനെ വരയ്ക്കാൻ വയ്യ, കഴിക്കാൻ വയ്യ. അല്ലാത്ത എനിക്ക് എങ്ങനെയും പിടിച്ചെടുക്കുക. ഞാനിവിടെ സന്തോഷമായിട്ട് തീരുകാരെയും കൊണ്ട് അടിച്ചു പൊടിച്ച് നടന്ന വ്യക്തിയാണ്. അങ്ങനെ എനിക്ക് അന്നേരം ഒരു വലിയ മാനസിക ടെൻഷൻ, എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. അത് കഴിയുമ്പോൾ 1 മാസം കഴിയുമ്പോൾ ഞങ്ങൾ അവിടുന്ന് പോകുന്നു. എന്റെ അനിയത്തിക്ക് എന്റെ ഭർത്താവിന് അവർക്ക് വേറെ 30,000 രൂപയ്ക്ക് അത് കൊടുക്കുവാനിടയായി. കൊടുത്തിട്ട് ഞങ്ങളുടെ താഴെ അവിടെ അടുത്ത് കുടുംബത്തിനടുത്ത് 5 സെന്റ് വസ്തു മേടിച്ച് വീട് പണിതുകൊണ്ടിരുന്നപ്പോൾ അന്നൊക്കെ ഈ വസന്ത വന്ന് താറാവെല്ലാം ചത്തുപോകാനിടയായി. എന്നാ ഞാൻ കടം മേടിച്ചിരുന്ന പൈസ ഒരാളെ മോളെ വിവാഹത്തിന് എടുക്കണം 35,000 രൂപ ഞാൻ ഇന്നത്തെ കാലത്ത് കൊടുക്കാറുണ്ട്. ആ വ്യക്തി ഞാൻ ഇവിടെ നിന്ന് മരിക്കും അങ്ങനെ നമുക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ ബ്ലഡ് വിറ്റിട്ടായാലും ഞാൻ അല്ലെങ്കിൽ വൃക്ഷം വിറ്റിട്ടായാലും ഞാൻ ഈ പൈസ തരുമെന്ന് പറഞ്ഞു. ഞാൻ അച്ഛൻ സമ്മതിക്കത്തില്ല, എന്നോട് പറയാം അവരെ കൊണ്ട് താമസിപ്പിക്കണമെന്ന് പറയാറുണ്ട്. എന്റെ ജീവിതത്തിൽ ആകെ ടെൻഷനുമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളെ ഇത് കൊടുക്കാനായിട്ട് ഒരാൾക്കത് വൈദ്യുതി വിലയ്ക്ക് അന്ന് 1.5 ലക്ഷം രൂപ ചെലവുള്ളതിന് 70,000 രൂപയ്ക്ക് ഞങ്ങൾ ഇത് കൊടുക്കേണ്ടതായിട്ട് വന്നു. ആ കടക്കാരന്റെ പൈസയും കൊടുത്തു. ഞങ്ങൾ ഏതാണ്ട് 30 രൂപ ബാക്കിയുള്ള കിടക്കുമ്പോഴാണ് കരിശ്ശേരി പ്രദേശത്ത് ഒരു 20 സെന്റ് വസ്തു മേടിക്കുവാൻ വെള്ളം കയറാത്തൊരു സ്ഥലത്ത് ഒരു പാടത്ത് നടക്കാണെങ്കിലും നല്ല ഒരു 10-600 തേങ്ങ ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമായിരുന്നു. ഞങ്ങളെ അത് അഡ്വാൻസ് ഞാൻ അച്ചായൻ പോലെ എനിക്കിപ്പോ പൈസ ഇല്ല, 1 മാസം കഴിഞ്ഞ് അത് വേറെ ആരെന്നൊക്കെ വില പറഞ്ഞിരിക്കും. ഏതായാലും ദൈവം എന്നെ കണ്ടിരുന്നു. എനിക്ക് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് 3 മാസത്തെ അത് എനിക്ക് കടം തരുവാനിടയാണ്. അന്നേരം ആ സമയം ആയപ്പോഴത്തെ എനിക്ക് അന്നേരം എനിക്ക് 6-4-2 വയസ്സുള്ള 3 കുഞ്ഞുങ്ങൾ, നടുവിലത്തെ മോനാണ്. അങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ ഞാൻ അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് ചെങ്ങന്നൂന്ന് ഞാൻ ഏതാണ്ട് 1 ലക്ഷം രൂപ കടമെടുക്കുവാനിടയായി. ആ കട പകുതി ആയപ്പോൾ വീടിന്റെ 3 മുറിയായിട്ട് പണിത ഒരു അടുക്കളയും 2 മുറി ഒരു ചെറിയ പാസേജുമായിട്ടാണ് പണിതുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് നാവിന്മേൽ ഒരു പാട് കാണുവാനിടയാണ്. നാർസൂസ് തുടങ്ങിയിരിക്കുന്ന 76-ാം തോന്നുന്നു, 96-ാം തോന്നുന്നു. ആ ഇടയ്ക്കാണ് ഈ മനോരമയൊക്കെ
ഈ പാട് നാക്കെപ്പാടും ഒക്കെ ആയിട്ട് ഇത്തിരി ഫോട്ടോകൾ കളർ ഫോട്ടോ ഒക്കെ വന്നു തുടങ്ങിയായിരുന്നു. ആ സമയത്ത് ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ എനിക്ക് നാക്കിന്റെ ഇത് കണ്ടപ്പോൾ ഒരു സംശയം തോന്നി. ഞാൻ ചെറുന്നൂർ ഒരു ഗവൺമെന്റ് ഡോക്ടറെ കാണിക്കുവാനായിട്ട് പോകാനാണ്. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, സഹോദര ഇത് ബയോപ്സി എടുക്കേണ്ടതായിട്ട് വരുമെന്ന് പറയുവാനാണ്. എനിക്ക് എന്തൊരു സംശയമായപ്പോൾ ഞാൻ എൻ്റെ ഒരു സഹോദരി, അന്ന് ഈ ഫോണൊന്നുമില്ല, എൻ്റെ ഒരു സഹോദരി നാഗർകോവിൽ ബെൻസാ ഹോസ്പിറ്റലിലെ മെയിൻ നേഴ്സായിട്ട് നിൽക്കുന്ന ഒരു കാലയളവാണ്. അവിടെ 30-35 വർഷത്തോളം എൻ്റെ സഹോദരി അവിടുത്തെ നേഴ്സായിരുന്നു. അവിടേക്ക് ചെല്ലാൻ പറഞ്ഞ് ഞാൻ എടുത്തു വന്നു. ഞാൻ അവിടെ പോകാനിടയായി. ഞാൻ അവിടെ ചെന്ന് അത് മാർച്ച് മാസം 15 തോന്നുന്നു. ആ സമയത്ത് അവിടെ ചെല്ല് അന്ന് വൈകിട്ട് തന്നെ ബയോപ്സിക്ക് എടുക്കുവാനിടയായി. ബയോപ്സിക്ക് എടുത്ത് അതിന്റെ 3-ാം ദിവസം റിസൾട്ട് വന്നപ്പോഴത്തേക്ക് എന്റെ ചേട്ടന് അവിടെ വന്നിരുന്നു. എന്നാ എന്റെ ചേട്ടൻ വിശ്വാസിയാണ്. എന്നാ എന്റെ സഹോദരി അന്ന് പുള്ളിക്കാർക്ക് ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ നിൽക്കുന്ന ഒരു സഹോദരിയാണ്. എന്നാ എന്റെ സഹോദരി അവിടെ നിലവിളിക്കാൻ തുടങ്ങി, അയ്യോ എന്റെ കുഞ്ഞ്, അയ്യോ മരിച്ചു പോയല്ലോ, എന്റെ കുഞ്ഞ് ക്യാൻസർ പിടിച്ചല്ലോ എന്നും പറഞ്ഞ് അവന് ഭാര്യയും 3 കുഞ്ഞുങ്ങളും അനാഥരായി തരുമല്ലോ എന്ന് പറഞ്ഞ് നിലവിളിക്കുവാൻ തുടങ്ങി. എന്നാ എന്റെ സഹോദരൻ അവിടെ എന്ന് പറഞ്ഞു, സഹോദരി, ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യമില്ല. ദൈവം വിടിയിക്കുവാൻ കഴിവുള്ള ദൈവമാണ്. ഏത് രോഗത്തെ സൗഖ്യമാക്കുവാൻ ദൈവത്തിന് കഴിയും. അവരെ ജീവൻ കൊടുക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് പറയും. സൗഖ്യമാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് പറഞ്ഞ് ആ സഹോദരി അവരുടെ ക്വാർട്ടേഴ്സിലേക്ക് വന്നപ്പോൾ എന്നെ അവിടെ ഇരുത്തിട്ടാണ് പോയിരുന്നത്. അവിടെ വന്നപ്പോൾ എന്നോട് സഹോദരി മുഖഭാവം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി എനിക്ക് ക്യാൻസർ ആയിരിക്കും എന്നുള്ള ചിന്താഗതി എന്റെ ജീവിതത്തിൽ വന്നു. അങ്ങനെ ചിന്തിക്കുവാനിടയായി. ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സഹോദരി പറഞ്ഞു, മോനെ തിങ്കളാഴ്ച രാവിലെ അവിടുത്തെ ബെൻസാൻ എന്ന് പറയുന്ന മെയിൻ ഡോക്ടർ ഉണ്ടായിരുന്ന ഫിസിക്കാരനാണ്. ആ ഡോക്ടർ പറഞ്ഞു, തിങ്കളാഴ്ച എന്റെ നാവിന്റെ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അന്നേരം എനിക്ക് പെട്ടെന്ന് ഇടുത്തി വീണപ്പോൾ അയ്യോ ഞാൻ നശിച്ചല്ലോ എന്ന് പറഞ്ഞ് എന്റെ കുഞ്ഞുങ്ങൾ അനാഥരായി തരുമല്ലോ, എന്റെ ഭാര്യ അനാഥരായി തരുമല്ലോ എന്ന് പറഞ്ഞ് കരയുവാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് ഞാൻ ബഹളം ഉണ്ടാക്കി. നാഗർകോവിൽ അന്ന് ഏതാണ്ട് 5:30 ആയപ്പോഴേ അവിടുന്ന് പിന്നെ അവിടെ ചെയ്യുന്ന ബസ് കയറി രാത്രി 12:30 ആയപ്പോഴത്തേക്ക് ചേട്ടനും ഉണ്ടായിരുന്നു. വീട്ടിൽ വന്നപ്പോ അന്ന് ഞങ്ങളുടെ വീടിന്റെ ലൈറ്റ് ഇല്ല, അറയും ശരിയാക്കിയിട്ടില്ല, അങ്ങ് തേച്ചിട്ടില്ല. ഇങ്ങനെയുള്ള ഒരു കാലയളവായിരുന്നു. ഞാൻ അവിടെ വന്നപ്പോഴത്തേക്ക് എന്റെ കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞോണ്ട് ചെയ്തപ്പോഴത്തേക്ക് അമ്മായിപ്പനും എല്ലാം വന്ന് എന്നെ അങ്ങനെ കൊണ്ടുപോകാൻ ഭാര്യ വീട്ടിൽ കൊണ്ടുപോകാനിടയായി. അന്ന് ആ സമയത്ത് ഈ ബയോപ്സിക്ക് എടുത്തപ്പോഴത്തേക്ക് ഒന്ന് കഴിക്കാൻ വയ്യ, നാമെ 3 കുത്തിക്കെട്ടോ കണ്ടല്ലേ, ഒന്നും എനിക്ക് കഴിക്കാൻ വയ്യ. അവിടുന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ അടുത്ത് തന്നെ ഇവിടെ നടന്ന സഹോദരൻ്റെ ഒരു പെങ്ങളെ R6 ഒരു മെയിൻ നേഴ്സായിട്ടുണ്ടായിരുന്നു. ആ സഹോദരി എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു, മോനെ സാബു നീ R6 വരുവാൻ പറഞ്ഞു. ഞാൻ R6 പോയി. അവിടെ ചെന്നപ്പോൾ നാരായണ ഭട്ടതിരി എന്ന് പറഞ്ഞ ഒരു ഡോക്ടറാണ് എന്നെ നോക്കിയത്. അന്ന് ആ ഡോക്ടർ നല്ല മനസ്സാക്ഷിയുള്ള ഒരു ഡോക്ടറായിരുന്നു. ആ ഡോക്ടർക്ക് മനസ്സിൽ വന്നിട്ട് ആ സഹോദരി പറഞ്ഞു, നമുക്ക് 7 റേഡിയേഷൻ സൂചി വെക്കാറുണ്ട്, അതിന്റെ 6 ലക്ഷം രൂപ കണ്ടെന്നാ പറയുന്നത്. അന്നേരം പറഞ്ഞ ഈ പല്ലുകളെല്ലാം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. എന്നാ എന്നോട് ഇപ്പം തൽക്കാലം ഈ 2 സൈഡിലെ പല്ലുകളെല്ലാം എടുത്തുകൊണ്ട് അണപ്പല്ലിൽ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഞങ്ങളെ എനിക്ക് ആ ശരീരം എല്ലാം ക്ഷീണിച്ചു വരികയാണ്, നല്ലതായിട്ട് ആഹാരം കഴിക്കാൻ വയ്യ. അങ്ങനെ ഞാൻ വീട്ടിൽ ചെങ്ങുന്നതിലായിട്ട് എന്റെ അമ്മായിപ്പനും എന്നെ കൊണ്ടു നടന്ന് ഈ പല്ലുകളൊക്കെ എടുത്തു. ഏതാണ്ട് 10-12 പല്ല്, മുന്നിലെ 12 പല്ല് ഒഴിച്ച് ബാക്കി എടുത്ത് അവിടെ ചെല്ലാൻ പറഞ്ഞ് 7 റേഡിയേഷൻ സൂചി വെക്കുവാനായിട്ട്. അന്ന് ഈ പോകുന്നതിന്റെ തലേദിവസം രാത്രിയിലെ എന്റെ സഹോദരനും കുഞ്ഞുവൻ ചാൻ എന്ന് പറഞ്ഞ ഒരു ദേവദാസനും അവിടെ കടന്നു വരുവാനിടയാണ്. ആ കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് ഒരു ആശ്വാസ വാക്ക് പറയാനായിട്ട് എന്നോട് പറയും, മോനെ സാബു, നീ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും. എന്നാ നീ ഒരു ദൈവം ഉണ്ട്. ആ ദൈവം ഏത് രോഗത്തെ സൗഖ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നിന്നെ രക്ഷിക്കുവാൻ മതിയായ ദൈവമാണ്. മോനെ, നീ ഇന്ന് മരിച്ചാൽ നിന്റെ നിത്യത എവിടാ? മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കിയില്ല എന്ന് പറയുവാനിടയായി. ആ സമയത്ത് എന്നോട് പറഞ്ഞു, അത് പറഞ്ഞ കുറച്ച് സദൃശവാക്യം 20-ാം അദ്ദേഹം 1-ാം വാക്യം ഇങ്ങനെ പറഞ്ഞു, വീഞ്ഞ് പരിഹാസിയും മദ്യം കലഹക്കാരും അത് കുടിക്കുന്ന അത് ചാഞ്ചാടി നടക്കുന്ന ഒരു വാക്യം എന്നോട് പറഞ്ഞു കേൾപ്പിക്കാനിടയായി. എന്നിട്ട് പറഞ്ഞു, ഈ സദൃശവാക്യം 23-ന്റെ 29
വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, അല്ലയോ ആർക്ക് കഷ്ടം, ആർക്ക് ആവലാതി, ആർക്ക് സങ്കടം, ഇങ്ങനെയുള്ള വാക്യങ്ങൾ എന്നോട് പറഞ്ഞിട്ട് പറഞ്ഞു, ഇത് രാവിലെ മുതല് മദ്യം കുടിക്കുന്നവർക്കും അതുപോലെ അത് നിന്നെ അണലി പോലെ കടിക്കുമെന്നും മണലി പോലെ കൊത്തുമെന്നും സർപ്പം പോലെ കടിക്കുമെന്നൊക്കെ ഉള്ള വാക്യങ്ങൾ എന്നോട് പറയുവാനിടയായി. എന്നിട്ട് പിന്നെ അത് ഞാൻ തന്നെ അത് തന്നെ തേടും, അത് ഇങ്ങനെ പാമരത്തെ സഞ്ചരിക്കുന്നതിനെ പോലെ ആകുന്ന കുറച്ച് വചനങ്ങൾ എനിക്ക് തലയ്ക്ക് വേണ്ടി ഓർമ്മയില്ലാത്ത വാക്യങ്ങൾ എനിക്ക് ശരിക്കും നിൽക്കുന്നില്ല. അത് പലപരമായ കഷ്ടങ്ങളെ ജീവിതത്തിൽ അത് പിന്നെ പറയാൻ പോവാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, സാബു മദ്യപാനി സ്വർഗരാജ്യം അവകാശം നോക്കില്ല. എന്നിട്ട് ഞാൻ അന്ന് ചിന്തിച്ചു, എടാ ഞാന് ഒരു ഓർത്തഡോക്സ് പശ്ചാത്തലത്തിൽ വളർന്ന വ്യക്തിയാണ്. ഞാൻ അച്ഛനാണെങ്കിൽ ഏതാണ്ട് സന്ധ്യക്ക് 6 മണി മുതൽ നമസ്കാരക്രമം കൊണ്ട് ചുറ്റുവാൻ തുടങ്ങും. അമ്മയാണെങ്കിൽ പണ്ട് മാർത്തറ കാര്യം പറഞ്ഞ പോലെ വീട്ടിൽ കിടന്ന് ഭയങ്കര അലച്ചിലാണ്. അന്ന് ഒരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥയും. 10 മണി വരെ അന്ന് കരിയില അയലിക്കരിയിലെയും ലാങ്കരിയിലെയും പല ചൂട്ടും വെച്ചാണ് കഞ്ഞി വെച്ച ഈ 10 ഇവിടെ ഈ വിളവ് വരുമ്പോ അമ്മയ്ക്ക് കാര്യം കാണത്തില്ല. അന്നത്തെ പേര് ഓർക്കുമ്പോ ഒരു കർത്താവേ എന്തൊരു കഷ്ടമായിരുന്നു അന്ന് മാതാപിതാക്കളുടെ ജീവിതം എന്ന് ഞങ്ങൾ ചിന്തിച്ചു പോയിട്ടുണ്ട്. അന്ന് ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അന്ന് ആ സമയത്ത് ഞങ്ങളുടെ അച്ഛന് കഷ്ടതയോടെ പറക്കുവാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാന് ഇവിടെ ഭാര്യ വീട്ടിൽ വന്നപ്പോഴാണ് ഈ സഹോദരി, അല്ല ഭാര്യ വീട് എന്റെ വീട്ടിൽ വന്നപ്പോഴാണ് ഈ സഹോദരി പറഞ്ഞ് നാർസിസിലേക്കില്ല. ഞാൻ പല്ലെല്ലാം എടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ദേവദാസം എന്ന് പറഞ്ഞ്, സാബു നിന്നെ രക്ഷിപ്പാൻ ഒരു സർവശക്തനുണ്ട്, ആ സർവത്തിൽ സാക്ഷാ രോഗങ്ങളെ വഹിക്കുന്ന ദൈവമാണെന്ന് യെശയ്യാവ് 53-4 വാക്യം വായിച്ച് എന്നോട് പറയുവാനിടയായി. എന്നിട്ട് യെശയ്യാവിന്റെ 59 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, രക്ഷിപ്പാൻ തക്കണം അവന്റെ കൈ കേട്ടില്ല, കേൾപ്പാൻ തക്കവണ്ണം അവന്റെ ചെവി മാത്രമായിട്ടില്ല. നിങ്ങളുടെ അകർത്തുകളെ നമ്മുടെ പാപ നിമിത്തമാണ് ഈ രോഗങ്ങൾ വരുന്നെന്ന് പറയുവാനിടയായി. എന്നാൽ പറഞ്ഞു, നിന്നെ രക്ഷിപ്പാൻ ഈ കർത്താവിന് കഴിയും. ഹല്ലേലൂയ എന്ന് പറയുവാനിടയായി. എന്നിട്ട് എന്ന് പറഞ്ഞു, മോനെ നീ ദൈവത്തിന്റെ മന്ദിരമെന്ന് പൗലോസിങ്ങനെ പറയുന്നു. നീ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നീ വസിക്കും നീ അറിയുന്നില്ലയോ എന്ന് ചോദിക്കുന്ന ഒരു വാക്യം ഇവിടെ എന്നെ കാണിച്ചു വായിക്കുവാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നതിനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം നിഷിദ്ധമല്ലോ. എന്താ ചോദിച്ചാ പാപ വഴി കൂടെ മദ്യപാനി ഒരു നല്ല വഴി നടക്കത്തില്ല. അവന് ചീത്ത വിളിക്കും ചാഞ്ചാടി നടക്കുന്ന പറഞ്ഞ പോലെ പല എന്റെ പിള്ളേർ പറയുന്ന പോലെ പാമ്പിന്റെ കൂടെ അവിടെ നടക്കുകയാണ്. ഒരു സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ മറ്റുള്ളവർക്ക് ശല്യമായി ജീവിക്കുന്നാൽ എന്റെ ജീവിതത്തിൽ മറ്റുള്ളവരെ ആരെയും ഞാൻ ആവശ്യമില്ലാത്ത വർത്തമാനം മറ്റുള്ളവർ ചെടിയ സ്വഭാവങ്ങളൊന്നും എന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. ഒരു ദുഷ്കളങ്ക മനസ്സായിരുന്നു. എന്റെ പിതാക്കന്മാരാരും മദ്യപാനത്തിന് അടിമയായിട്ടുള്ളവരും അല്ല, അവരാരും കുടിച്ചിട്ടുമില്ല. എന്റെ പിതാക്കന്മാരും പാപ്പന്മാരും അങ്ങനെയുള്ളവരും ഞങ്ങളൊരു കുടുംബക്കാരുമായിരുന്നു. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ അവിടെ ഞാൻ RCCയിലേക്ക് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞ് പല്ലെല്ലാം എടുത്തുകൊണ്ട് വരുമ്പോൾ ഈ സുവിശേഷം കേട്ടപ്പോൾ ഞാൻ ദൈവസേനയിൽ ഒരു തീരുമാനം എടുത്തിട്ട് പ്രാർത്ഥന യേശുവിനെ കർത്താവിന്റെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ ആ 10-9 വാക്യങ്ങൾ വായിക്കുകയും എന്നെ അതിൽ പരിമേൽപ്പിക്കുകയും ചെയ്യുവാനിടയായി. എന്നാൽ ഞാൻ സ്ഥാനപ്പെടുവാൻ എനിക്ക് അത്ര സമയത്ത് കിട്ടില്ല. മാനസാന്തരപ്പെട്ട് ദൈവത്തെ കർത്താവിന്റെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ എനിക്ക് വേണ്ടി മരിക്കുമെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും നീതിക്കായി വായു കൊണ്ട് ഏറ്റു പറയുകയും ഞാൻ ചെയ്തു. എന്നാൽ അന്ന് രാത്രി ഞാൻ ഒരു തീരുമാനമെടുത്തു, കർത്താവെ എന്നെ രക്ഷിപ്പാൻ ആരും എഴുത്തന്റെ മക്കന്മാർക്കൊക്കെ സൗകര്യങ്ങളൊക്കെ ഉള്ളവരുണ്ട്. അന്ന് അതിനൊക്കായ ജോലിക്കാരൊന്നും എന്റെ ഭവനങ്ങളിൽ ഇല്ലായിരുന്നു. ആരും രക്ഷിപ്പാനില്ല എന്ന് ചിന്തിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ കർത്താവെ രക്ഷിപ്പാൻ കഴിയും, എന്റെ കുഞ്ഞുങ്ങളെയും അവസ്ഥ നീ അറിയുന്നു എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ പറഞ്ഞ ദിവസം പറഞ്ഞു, കർത്താവെ നീ എന്നെ വിടിവെക്കുവാണെങ്കിൽ നിന്റെ ഒരു സാക്ഷിയായിട്ട് ഞാൻ പോയേക്കാം. അതുപോലെ രാത്രി ഒരു മാസത്തിലൊരിക്കൽ ഒരു വർഷം ഞാൻ പ്രാർത്ഥിച്ചേക്കാമെന്നൊരു തീരുമാനമെടുത്തു. അങ്ങനെ ഞാൻ തീരുമാനം എടുക്കുകയും അതാണ് 13 മാസക്കാലം ഞാൻ പ്രാർത്ഥിക്കാനിടയായിട്ടുണ്ട്. അതിനു മുമ്പേ അല്ലെങ്കിൽ എന്റെ മകനെ RCC പോകുന്നതിന് മുമ്പേ എന്റെ പെങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയായിരുന്നു. അന്ന് ഞാൻ ഇതൊക്കെ ഏറ്റു പറഞ്ഞെങ്കിലും പൂർണ്ണമായി സ്ഥാനപ്പെട്ടില്ല. പാപത്തെ നീക്കുവാൻ പാപസംബന്ധമായ മനുഷ്യൻ നമ്മൾ ഇനി എങ്ങനെ ജീവിക്കുന്നത് മനസ്സ് ചോദിച്ചോടെ യേശുവിനോട് ചേരുവാൻ സ്ഥാനപ്പെട്ടിരുന്നില്ല. അവന്റെ മരണത്തിൽ പങ്കാളിയാകുവാനോ അവന്റെ മരണത്തിൽ ഏകീകരിക്കുവാനോ ഒന്നും എനിക്ക് കഴിഞ്ഞിരുന്നില്ല. ഞാൻ അന്ന് രാത്രി എന്റെ കുഞ്ഞിനെ 4 വയസ്സുള്ള എന്റെ മോനെ യേശു പ്രത്യക്ഷപ്പെട്ട് എന്റെ നാവിന്മേൽ പിടിക്കുന്നതായിട്ട് കാണുവാൻ ഞാൻ അവനെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവരണമെന്ന് അന്ന് ഞാൻ പറഞ്ഞിരുന്നു. എനിക്ക് RCC
ഡയാലിസിസിലേക്ക് പോകാനായിട്ട് രസാഗോയെ കൊടുത്ത് കടന്നു പോവാൻ രോഗമായിട്ട് കടന്നു പോവുകയാണ്. നന്ന് രാത്രി പ്ലാറ്റ്ഫോമിൽ വന്നപ്പോ അച്ചാച്ചനെ യേശു സൗഖ്യമാക്കി നാവിൽ അച്ചാച്ചന്റെ നാവെ പിടിക്കുന്നതായിട്ട് ഞാൻ കണ്ടെന്ന് പറയാനിടയായി. ഞാന് അങ്ങനെ അതെനിക്കൊരു ഉറപ്പായി ദൈവം എന്നെ വിടുവിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അങ്ങനെ ദൈവം എന്ന് പറഞ്ഞ താവേ നിന്റെ ഒരു സാക്ഷിയായിട്ട് പോയാൽ അങ്ങനെ ഉറങ്ങാതെ പ്രാർത്ഥിച്ചേക്കാന്നൊക്കെ പറഞ്ഞ് അവിടെ പോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ എന്നെ കണ്ടിട്ട് ഒരു 3 വല്ലൂടെ എടുക്കേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആകെ ക്ഷീണിച്ച് ഒരു വല്ലാത്തൊരവസ്ഥയിലായി ഞാൻ. ആ സമയത്ത് അവിടെ ചെന്ന് വെളിയിൽ രാമായണത്തിൽ പോയി എടുത്തു അവിടെ കൊണ്ടുവന്ന് 7 റേഡിയേഷൻ വെക്കുന്നതിന് മുമ്പേ എന്റെ സഹോദരി ഞങ്ങൾ ഡീപ്പോളിൽ 2 ആഴ്ച താമസിച്ചായിരുന്നു. അവിടെ എനിക്ക് കുറച്ച് ഉപ്പൊക്കെ ഇടയായി. അവിടെ എവിടെ വന്നു കഴിഞ്ഞപ്പോൾ 7 റേഡിയേഷൻ സൂചി, നമ്മുടെ തയ്യൽ സൂചി പോലെ ഉള്ള 7 റേഡിയേഷൻ സൂചി എന്റെ നാവിന്റെ വെച്ചു. അന്നേരം എനിക്ക് ഇത് വെച്ച് കഴിഞ്ഞ് നമ്മുടെ കൊച്ചു നൂറ്റമ്പി പോലെ കുറച്ച് നമ്മുടെ ചിലക്കിങ്ങനെ കാണ്ട് ചൂട്ടിച്ച് വെക്കുവാനിടയായി. അത് ഭയങ്കര റേഡിയേഷൻ. എന്നിട്ട് ഇരുട്ട് റൂമിലാണ് ഇട്ടേക്കുന്നത്. ഓരോ റൂമിൽ ഓരോരുത്തരപ്പോൾ അപ്പുറം എല്ലാം കരയെന്ന് പറയും റേഡിയേഷൻ സൂചി വെച്ച്. അല്ലാതെ ഒക്കെ അതിന് കുത്തിയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നാൽ അതിനു മുമ്പ് ഞാൻ എന്റെ സഹോദരിയെ സഹോദരിയുടെ ഈ നേഴ്സിനെ ഞങ്ങളെല്ലാം പറഞ്ഞ് നേഴ്സിനെ കാണാൻ ചെന്നപ്പോൾ ആ ഒരു വാലിൽ 7ാം നിലയിൽ ചെന്നപ്പോൾ ഒരു 500 ആൾക്കാരെ കടന്ന് കരയുന്നത് കണ്ടു. ഇത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് കോഴിയെ വെട്ടിവിട്ടതുപോലെ ഞാൻ വീട് താഴെ കടന്ന് ഉള്ളുവാനിടയാ ബോധമില്ലാതെ അവിടെ തന്നെ പിന്നെ കൊണ്ടുവന്നു. അതൊക്കെ കഴിഞ്ഞാണ് ഞാൻ ഇങ്ങനെ ചെല്ലുന്നത്. അത് എനിക്ക് ആ മാനസികമായിട്ടൊരു എന്നാൽ ദൈവവചനം കേൾക്കുവാൻ. അതിന് മുമ്പ് ഞാൻ ഈ ബന്ധുക്കൂസുകാരെ കളിയാക്കുവാനും, കാരണം എന്റെ ചേട്ടൻ ഇങ്ങനെ കുടിച്ചിട്ടൊക്കെ ചില വീട്ടിലെ കാര്യം പറയുമ്പോൾ ഓരോന്നൊക്കെ പറഞ്ഞ് ബന്ധുക്കൂസുകാരെല്ലാം തുള്ളാൻ നടക്കുന്നവർ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. സ്വോത്രമൊക്കെ അന്ന് യാക്കോക്കാരോ മറ്റുള്ള മർത്തമ്മക്കാരോ ഒന്നും സ്വോത്രം പറയത്തില്ല. ഇന്നാണ് ഇവരെല്ലാം കൂടി നമ്മളെ കാട്ടി സ്വോത്രം പറഞ്ഞു തുടങ്ങിയത്. അന്ന് ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാൻ. എങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ RSS കയറാൻ നേരത്തെ ഒരു 50ാം സങ്കീർത്തനത്തിന്റെ ലാസ്റ്റ് വാക്യം 23 തോന്നുന്നു. അവിടെ എങ്ങനെ പറയുന്നു, സ്വോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ, അതിനെന്ന സ്വോത്രയാഗം അർപ്പിക്കുന്നവൻ മഹത്വപ്പെടുത്തുന്നതും തന്റെ നടപ്പിനെ ക്രമീകരിക്കുന്നവനെ യോടെ രക്ഷയെ കാണിക്കുമെന്ന്. ഹല്ലേലൂയ. ദൈവത്തിന്റെ രക്ഷ, ശിക്ഷ എന്നുള്ള വിടുതല് നിനക്ക് ലഭിക്കുന്നുള്ള ആ വചനം എന്റെ ഹൃദയത്തിൽ കയറുവാൻ. ഞാൻ എന്തുമാത്രം സ്വോത്രക്കാരെ കളിയാക്കിയവരാണെന്ന് അതിന്റെ അർത്ഥം എനിക്ക് അന്ന് അറിയത്തില്ലായിരുന്നു. കുറച്ച് കുർബാന പറഞ്ഞ് അവിടെയും പാപി ഇവിടെയും പാപി എന്ന് പറഞ്ഞ് ഞാനിഞ്ഞി പോരുമായിരുന്നു. അത് സിഗരറ്റും വലിച്ച മദ്യവും കുടിച്ചൊക്കെയാണ് ഞാൻ പള്ളിയിൽ പോയിരുന്നത്. ഇക്കാരും കുർബാന പഠിക്കാനൊക്കെ എടുക്കുമ്പോഴാണ് ഞാൻ അന്ന് പോയിക്കൊണ്ടിരുന്നത്. യഥാർത്ഥ വചനം പഠിപ്പിച്ചില്ലാത്തത് കൊണ്ട് കുറച്ച് മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞു അർത്ഥം മനസ്സിലായില്ല. പിന്നാണ് എനിക്ക് മനസ്സിലായേ ഒരുത്തൻ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയില്ലെന്നും ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുകയും അവൻ പ്രതിഫലം തരുന്നെന്ന് അറിയണമെന്നുള്ള എബ്രായർ 11ന്റെ 6ാം വാക്യം എനിക്ക് മനസ്സിലാക്കുവാനിടയായി. ഞാൻ അവിടെ മുതലേ ദൈവമേ അതിന്റെ സാക്ഷിയായി പോയേക്കാവുന്ന ഒരു തീരുമാനം എടുക്കുവാനിടയായി. എന്നെ കേൾക്കുന്ന രോഗികളായ ഏത് രോഗമാട്ടെ, ക്യാൻസർ അല്ല ോമാട്ടെ, രോഗങ്ങളെ നയിക്കുന്ന ഒരു കർത്താവ് ഉണ്ടെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ആ യേശു ക്രിസ്തു സർവജ്ഞാനിയാണ്, സർവശക്തനാണ്, സർവവ്യാപിയാണ്. ഹൃദയങ്ങളിലേക്ക് വന്ന് അവൻ നമ്മളെ മനസ്സാന്തരപ്പെട്ട വ്യക്തിയോടും ഇടപെടുന്നവരാണെന്ന് എന്റെ ജീവിതത്തിൽ എനിക്ക് രുചിച്ചറിയുവാൻ ദൈവം ഇടയാക്കി. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ അങ്ങനെ അതിന്റെ ഒരു 3 വർഷക്കാലം ഞങ്ങൾ പോയി. ആ സമയത്ത് ഞങ്ങളെ ഓൺലൈൻ പ്രാർത്ഥന ഞങ്ങൾ തുടങ്ങി. ഏതാണ്ട് 10-40 പേരും അരുവക്കാരും എല്ലാം ഒന്ന് ഞങ്ങളെ രാവിലെ 6 മണി മുതൽ 6 മണി. ഇപ്പോഴത്തെ ഓൺലൈൻ പ്രാർത്ഥന ഓൺലൈൻ അല്ല, ആപ്നേറ്റുമല്ല, അങ്ങനത്തെ ഒരു രീതി. അന്ന് ഞങ്ങൾ ഫുള്ളായിട്ടിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ലൂണിക്ക് പാപ്പച്ചും പാസ്റ്ററും ചേട്ടൊക്കെ തോമാച്ചും പാസ്റ്ററൊക്കെ അന്ന് ഞങ്ങളുടെ ഈ യോഗത്തിനൊക്കെ വരുമായിരുന്നു. അവര് ഞങ്ങളുടെ ഒരു 3-4 യോഗത്തിന് ഇരിക്കുവാനിടയായി. ആ സമയത്താണ് ഞാനൊരു 3-ാമത്തെ പ്രാവശ്യം പിന്നെ അന്നൊരു ചെറിയ ഏതോ ഒരു കുറവിന്റെ ജീവിതത്തിൽ വന്ന് എനിക്ക് തോന്നുന്നു എന്റെ പെട്ടെന്ന് ഒരു ഭാവം നീരി വെക്കുവാനിടയായി. ഞാൻ 3 ദിവസം ഉപസിച്ചിട്ട് അവിടെ ചെന്ന് സ്കാൻ ചെയ്തിട്ട് ചെന്നപ്പോൾ എന്നോട് അവിടുത്തെ ആ സിസ്റ്റർ പറഞ്ഞു, നേരത്തെ ഞങ്ങളുടെ അടുത്തുള്ള സിസ്റ്റർ പറഞ്ഞു, അയ്യോ സാബു, ഇത് ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് വരുമെന്ന്. ഞാൻ കർത്താവേ എന്നെ ശിക്ഷിക്കല്ലേ, എന്റെ ദൈവത്തിന്റെ അറിവിലായ്മ ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് കരയുവാനിടയായി. അന്നേരം ഞാൻ അങ്ങനെ ചെന്ന് ഡോക്ടർമാരൊക്കെ വന്ന് അവിടെ ചെന്നപ്പോ ആ സമയത്ത്
പല സെക്ഷനാണ്. തലയുടെ ഓരോ ഭാഗമുള്ള ചെവിയായ മൂക്ക് വേറെ, ഇങ്ങനെ ഓരോ അവയവങ്ങൾ പിന്നെ മാറി സെക്ഷനായി മാറിയിരിക്കുകയാണ്. 3-4 ഡോക്ടർമാർ എന്നെ വന്ന് പരിശോധിച്ച് സ്കാനിങ് എല്ലാം കൊണ്ട് 10-60 ഹെഡിന്റെ ഓരോ ഭാഗങ്ങളാണ് ഈ 3 കോപ്പിയായിട്ടാണ്. ഇതെല്ലാം കണ്ടിട്ട് അവർ പറഞ്ഞു ഈ ചെവിക്കകത്തൊരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് പറയാനിടയായി. അവിടുത്തെ ഒരു ഡോക്ടർ പറഞ്ഞു അത് നമുക്ക് തൽക്കാലത്തേക്ക് 1 വർഷത്തേക്ക് ഇയർ ഡ്രോപ്സ് കൊടുക്കാമെന്ന് പറയാനിടയായി. എന്നാ അവര് ഞാൻ ദൈവത്തെ പറഞ്ഞാവേ അവര് പറഞ്ഞു എന്റെ ചെവി പോയെന്ന് പറയാനിടയായി. എന്നാൽ എന്റെ ദൈവം ഇന്ന് വരെയും എന്റെ ചെവി ഡോക്ടർ പറഞ്ഞു ഇത് 60,000 രൂപ കിട്ടി നമുക്ക് അതിന്റെ പാട വെക്കാന്ന് പറഞ്ഞു. എന്നാൽ ഇന്ന് വരെയും എനിക്ക് ചെവി കേൾക്കാം. ഒരു അതിശയം തന്നെയാണ് എന്റെ ചെവി നല്ലൊരു കേൾക്കാം. ആ ഡോക്ടർ ഇത് എങ്ങനെയൊക്കെ എന്റെ കർത്താവിനെ സൗഖ്യമാക്കിയത അതിന് ചെവിയുടെ കൂടുതൽ സൗഖ്യമാക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് എന്റെ ജീവിതത്തേക്ക് രുചിച്ചറിയുവാനിടയായി. ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ എന്റെ അമ്മായിപ്പന്റെ പിതാവിനെ കവ്യാരി ജോലി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അത് വിട്ട് എനിക്ക് അന്ന് വലിയ ശമ്പളമൊന്നുമില്ല. അങ്ങനെ പോലെ കച്ചവടമായിട്ട് ഇങ്ങനെ കർണാടി കച്ചവടം, അങ്ങനെ പാക്ക് കച്ചവടം, മുട്ടപ്പാക്ക ഇങ്ങനെയുള്ള പല കച്ചവടം ഉണ്ടായത്. ആ സമയത്ത് കുറച്ച് മീൻ പോകാനായിട്ട് എന്നോട് പൈസ സംഘത്തിൽ മേടിച്ചു കൊടുക്കാൻ ഞാൻ പൈസ മേടിച്ചു കൊടുക്കുന്ന പോലെ ചുമ്മാ ഞാൻ പറച്ചാൽ എന്നെ അടിക്കും അരച്ചു കുടിക്കുന്ന പരിപാടിക്കൊന്നും പോകണ്ട നാണംകേടാന്ന് വെച്ചാൽ എന്റെ അന്നത്തെ ഒരു വലിയ തൊഴിലാണ്. എന്ന് വെച്ചാൽ ഞാൻ ആരെയും ആശ്രയിക്കാൻ പോകുന്നില്ല. ഇന്ന് അച്ഛൻ മോനെ ഏത് പണി ചെയ്താലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കുറച്ചുനാൾ പോയി കഴിയുമ്പോൾ എന്നോട് പറഞ്ഞു മോനെ നിനക്ക് കട എത്രയും കിടക്കുമല്ലേ, 2 ലക്ഷം രൂപ കട കിടക്കുകയല്ലേ, കോർപ്പറേറ്റ് കട കിടക്കൊണ്ടിരിക്കുമല്ലേ, നീ ചുമ്മാതിരുന്ന അങ്ങനെ ആ സമയത്ത് എനിക്ക് കുറച്ച് ആഹാരം അരിയൊക്കെ മേടിച്ചു തരുമായിരുന്നു. എന്നാൽ എന്നോട് പറഞ്ഞു മോനെ നീ കച്ചവടത്തിന് പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പൈസ കൊടുത്തിട്ട് അരിച്ചു നടക്കാൻ പോകാന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഒരു വീട്ടുകാരെ കൂടെ നടന്ന അതുകൊണ്ട് എനിക്ക് മടി അങ്ങനെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു വന്നാ മോനെ ഏത് പണി ചെയ്യുന്നല്ലാന്ന്. അങ്ങനെ ഞാൻ ആദ്യം കൂടി എനിക്ക് കുറച്ച് സൈക്കിളെ കൊണ്ട് ആദ്യം സൈക്കിൾ മേടിച്ച 3-4 മാസം പോയില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പോയി കുറച്ചൊരു കച്ചവടം അങ്ങോട്ട് തുടങ്ങി. എനിക്ക് എന്നെ ദേശത്തുപ്പാർക്ക് എല്ലാം വലിയ കാര്യമായി. ചെറുപ്പം മുതൽ വലിയ കാര്യമായി പ്രത്യേകിച്ച് ഒക്കെ ചെയ്യുന്നെങ്കിലും എല്ലാവരും സൗകര്യങ്ങളെ പോലെ ഞാൻ കണക്കാക്കാം. അവർ തന്നെ അതുപോലെ തന്നെയാണ് കിടക്കട്ടെ. ഞാൻ മകന്മാരോട് ജീവിച്ചുകൊണ്ട് എനിക്കൊരു പ്രത്യേക ഒരു സ്നേഹം മറ്റുള്ളവരോട് എന്റെ മറ്റുള്ളവരോട് സ്നേഹമായിരുന്നു. എന്നാൽ അവർ എന്നോട് അച്ഛൻ പറഞ്ഞു അങ്ങനെ പോയി. ഞാൻ പിന്നെ MAT എടുത്തു. അങ്ങനെ 3-4 വണ്ടി എടുത്ത് എന്റെ അവരൊക്കെ വേറെ 2-3 ഹാളെ ഒക്കെ എല്ലാം നല്ലതായിട്ട് പണിയും ഒക്കെ ചെയ്തു. നല്ലൊരു അന്തരീക്ഷത്തിലേക്ക് വന്നു. എന്നാ എന്റെ കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിച്ചു വന്നു. എന്റെ മോനെ മെറീന്, മെക്കാനിക്കല്, എക്സ്റേ വെൽഡിങ്, അതൊക്കെ BBA ഒക്കെ പഠിച്ചു വന്നു. 3-5 പ്രാവശ്യം പേർഷയിൽ പോയി. അന്നേ അവരെ വീട്ടിലെ പണിയൊന്നും ഇല്ലാണ്ട് ചെയ്യത്തില്ല. ചെന്നൈ ചോദിക്കുമ്പോൾ എനിക്ക് ചെയ്യാൻ വയ്യ, എന്റെ ദേവൻ ജോലി എന്നൊക്കെ പറഞ്ഞിരിക്കുക. എന്നാ അമ്മ അതിന് വേണം ചെയ്യണമെന്നൊക്കെ പറയുന്ന ഒരു കാര്യം ആയിരുന്നു. അവര് ആ മക്കൾ ആൺപിള്ളേരില്ലാത്തവർ ആ ഒരു സ്നേഹം അവരെ കൊടുത്തു. എന്നാൽ പെൺപിള്ളേർക്ക് നല്ല പണി എന്റെ കുഞ്ഞുങ്ങൾ ചെയ്യുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഇവരെ എന്നാന്ന് വേണ്ട എന്റെ കുഞ്ഞു വളരട്ടെ, ഞാൻ പണ്ട് കഷ്ടപ്പാടൊന്നും അവര് വേണ്ടാന്ന് വിചാരിച്ചിരിക്കുക. ഞാനും അങ്ങനെ ഒരു വർഷം ഞാൻ ചാടി കൊടുത്ത അത് പിന്നെ മുന്നോട്ട് വന്നു. അത് വലിയ പല പ്രശ്നങ്ങൾ വന്നു എന്റെ ജീവിതത്തിൽ. പിന്നെ അങ്ങോട്ട് പല ദർശനങ്ങൾ കാണുവാൻ തുടങ്ങി. ആ സമയത്ത് ഞാൻ ആദ്യം ഒരു വർഷം കഴിഞ്ഞപ്പോ എന്നെ ആദ്യം ദൈവം ഒരു വിളി വിളിച്ചു. നാരങ്ങാനന്ദ സ്ഥലത്ത് ഒരു 10-100 പേരെ വചനം പഠിപ്പിക്കാൻ ചില വലിയൊരു ദർശനം കാണുവാനിടയായി. ആ ദർശനം കാണുവാൻ അപ്പൊ ഞാൻ വിചാരിച്ചോളൂ എന്റെ കുഞ്ഞുങ്ങൾക്ക് വളർത്താനുണ്ടല്ലോ, കടം വിടാനുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് 6-7 ലക്ഷം രൂപ കടമായി ആ സമയത്തൊക്കെ. അന്നേരം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എന്നോട് വേറെ ഒരു നിവാസം പറഞ്ഞ് നമുക്ക് വളഞ്ഞോട്ടത്ത് ഒരു കോളേജ് പുതിയാട് തുടങ്ങിയിട്ട് IPC നമുക്ക് അവിടെ പോകാമെന്ന് പറഞ്ഞു. അന്ന് ആ പുള്ളിയോട് പോകാനൊക്കെ പറഞ്ഞെങ്കിൽ എനിക്ക് പോകാനുള്ള സാഹചര്യം പൈസ അങ്ങനെ ഇരിക്കുമ്പോ എന്റെ ആദ്യം പറഞ്ഞു എന്റെ മോനെ നമുക്ക് പഠിപ്പിച്ചിങ്ങനെ കോളേജ് വിടാന്നൊക്കെ പറഞ്ഞു ആ ജോലികളൊക്കെ ചെയ്യാൻ പിന്നെ അത് മാറ്റമായി. ഇങ്ങനൊക്കെ ഒരു പ്രശ്നങ്ങളായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ ദർശനങ്ങള് നാടുകളിൽ കാണുവാൻ തുടങ്ങി. അങ്ങനെയൊക്കെ പല വിധത്തിൽ എങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു ദൂതൻ എന്റെ മുറിക്കകത്ത് ഇറങ്ങി. എനിക്ക് തലയുടെ മേളോട്ട് ഒരു വലിയ പ്രകാശം മാത്രമേ ഉള്ളൂ. ആ ഒരു ശബ്ദങ്ങളുണ്ടായി, വീണ് വീഴുവാൻ സാധ്യതയുണ്ട്, സൂക്ഷിച്ചു കൊള്ളുവാൻ എന്നൊരു വലിയൊരു ശബ്ദം ഞാൻ കേൾക്കുവാനിടയായി. ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചു വന്നാൽ എന്റെ ജീവിതത്തിൽ പിന്നെ പരിശോധനകൾ വരുവാൻ തുടങ്ങി. പെട്ടെന്ന് എന്റെ ബിസിനസ് നടന്നു. എന്റെ കടകളെല്ലാം വീടി ഒരു കാലത്ത് ഒരു സുനാമി അടിച്ച സമയത്ത് ഒരു വീമിക്കാത്ത സമയത്ത് ഞാൻ ഏതാണ്ട് 4 പെട്ടി വീമിട്ട് ഏതാണ്ട് 3,00,000 രൂപ ഞാൻ കടം വീട്ടി. എന്റെ കടം എല്ലാം വീടിയപ്പോൾ
പെട്ടെന്ന് അല്ലെങ്കിൽ ആ സമയത്ത് വേറെ ഒരു ദൈവദാസനെ എന്റെ കൂടെ കുർബാനയായി. ആ ദേവദാസനെ എന്നോട് പറഞ്ഞു, എന്റെ ഇംഗ്ലീഷ് തൊഴിലില്ല ഇവിടെ എനിക്ക് വല്ലവർക്ക് ഞായറാഴ്ച ഒക്കെ ഞാനിങ്ങനെ ചെറിയ സഭകളിൽ പോയി ചെറിയ ദേവാസന്മാരെ ഹെൽപ്പ് ചെയ്യുകയും അവിടെ സഭയ്ക്ക് വേണ്ടതായ കാര്യങ്ങളും പൈസയൊക്കെ കൊടുക്കുകയും ഒക്കെ ആയിരുന്നു എന്റെ ശുശ്രൂഷ. അങ്ങനൊക്കെ ബിസിനസ് ഉള്ള സമയത്ത് അങ്ങനെ വരുന്ന എന്റെ വീട്ടിൽ വരുന്നവർക്കും അത് വളരെ പ്രാർത്ഥന വരുന്നവർക്കൊക്കെ ഞാൻ ഒരുമാതിരി നല്ല സാമ്പത്തികമായി എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. എന്നാൽ ഇവിടെ ഒരു ദിവസം പറഞ്ഞു, ഞങ്ങളൊരു ഭാഷയോട് പറഞ്ഞു, എന്നും കാണുന്നൊക്കെ കൊടുക്കുക, പൈസ എന്നാ ഭാഷ പറഞ്ഞു നിങ്ങൾ തടയണം എന്ന് പറയുവാനിടയായി. അങ്ങനെ ഒരു ദിവസം തടഞ്ഞ് അതിന് പിറ്റേ ആഴ്ചയിലാണ് എന്റെ നടു തളർന്ന് പോയ അവസ്ഥ വന്ന് എന്റെ കൂടെ വന്ന ദേവാസൻ എന്റെ കോട്ടയം മെഡിക്കൽ കോളേജിൽ 3-4 പ്രാവശ്യം എന്നെ കൊണ്ട് ചെക്കപ്പിന് കൊണ്ടുപോയി. ആ സമയത്ത് എനിക്ക് നിൽക്കാൻ വയ്യ, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ആ സഹോദരനെ വലിയ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനിടയായി. എന്നോട് ഞങ്ങൾ പരിശ്രമങ്ങളെ വേണ്ട കാര്യങ്ങളെ ഒക്കെ ഭയങ്കര ആറായി പാവനെല്ലാം പോകും. അതുപോലെ ഹോസ്പിറ്റൽ ടീമുമായിട്ട് ഒരു 15 വർഷത്തോളം ഞങ്ങളെ കേരളത്തിന്റെ നാനാഭാഗത്ത് തമിഴ്നാടിന്റെ ഭാഗത്ത് ഒക്കെ പോകാനിടയായി. അതുപോലെ സഭ 3 ദിവസം പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ട് ഞാൻ ബിസിനസ്സിലൊക്കെ പോകുന്നെങ്കിലും ഇടയ്ക്ക് പോകാതെ നല്ല പ്രവർത്തനത്തെ ചെയ്യുമായിരുന്നു. അങ്ങനെ വലിയൊരു മുന്നോട്ട് വന്നു. പല സുഹൃത്തുക്കളും എന്റെ ദൈവം എനിക്ക് തരുവാനിടയായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ദേവദാസനെ എന്നെ ഒരു ദേവദാസൻ ഇതുപോലെ പേക്ഷയ്ക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അന്നേരം ഞങ്ങളൊരു പരിശോധന നടത്തിയപ്പോഴാണ് എന്റെ നേരത്തെ കൊണ്ടുപോകാന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു വ്യക്തിയാണ്, ഒരു ദേവദാസനാണ്. അന്നേരം പറഞ്ഞു ഞാൻ ഡിസൈൻ പാസ്പോർട്ടൊക്കെ അയച്ചു തരാമെന്ന് പറഞ്ഞു. എന്നാൽ എന്റെ കൂടെ ആണെന്ന വ്യക്തി പറഞ്ഞു എന്നെ പല പ്രാവശ്യം അമേരിക്കയിൽ കൊണ്ടുപോകാൻ അതൊക്കെ പറഞ്ഞു ഇതുവരെ എനിക്ക് പോകാൻ പറ്റില്ല, എനിക്ക് 80 ലക്ഷം രൂപ കാരണം. ഞാൻ ആത്മാർത്ഥമായ ഒരു സ്നേഹമുള്ളത് കൊണ്ട് ഞാൻ എന്നെ ഈ ആശുപത്രിയിൽ കൊണ്ടുപോയാലോ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു, എന്റെ ഭാഷയോട് പറഞ്ഞു, ഭാഷയെ ഇന്ന പോലെ ഞാൻ വലിയ വരുന്നില്ല, ഈ ദേവാസനെ 80 ലക്ഷം രൂപ കടമുണ്ട്, ആ പുള്ളിയെ കൂടെ കൊണ്ടുപോവാണ് ടിക്കറ്റ് എടുത്തോളാം, വിസ അയച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ അത് വേണോ എന്ന് 2 പ്രാവശ്യം പറഞ്ഞു. എന്നാൽ ഈ കർത്താവിനെ കൊണ്ട് ഞാൻ വരുന്നെന്ന് പറഞ്ഞു. എന്നാൽ ശരി ഞാൻ വിസ തരാമെന്നും പറഞ്ഞ് പോയി. ഞാൻ ഭവനത്തിന്റെ മേളില് കയറി, ദർശന മേളിൽ കയറി ഞാൻ ഇങ്ങനെ കരഞ്ഞു. കർത്താവ് 12-1 മണി ആയപ്പോഴത്തേക്ക് ഞാന് ഇങ്ങനെ കരഞ്ഞിരിക്കുമ്പോൾ ഒരു പ്ലെയിൻ ഇങ്ങനെ നേരെ കൊച്ചിക്ക് പോവുകയാണ്. ഇങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് കട്ടനായിട്ട് ഷാർജയുടെ ഒരു പ്ലെയിനാണ്. ഈ പ്ലെയിൻ ഇങ്ങനെ പോകുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ കർത്താവേ, ഞാൻ ഇതുവരെ ഒരു പ്ലെയിനെ കയറിയിട്ടില്ല. എന്റെ കൂട്ടുകാരൊക്കെ ഞാനൊക്കെ അമേരിക്കയിലും ബോംബെയിലും മറ്റുള്ള പ്രദേശങ്ങളിലൊക്കെ ആയി അവർ നല്ല നിലയിലായി. ഞാനിവിടെ ധാരാളം കച്ചവടമൊക്കെ ചെയ്ത് ഇങ്ങനെ അനേകാണല്ലോ കർത്താവേ. ഞാൻ 3 വരെ കടന്ന 3 വരെ വന്നാതിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദർശനം ഞാൻ കാണുകയാണ്. എന്റെ കൂടെ വരുന്ന ഈ കർത്തദാസൻ ഒരു തവിട്ട് വാറ്റും ഒരു ചെക്ക് ഉടുപ്പിട്ട് അവിടെ വലിയൊരു പ്രകാശം, ഇടിവെട്ടിയാണെങ്കിൽ പ്രകാശം, അതിനെക്കാട്ടി വലിയൊരു പ്രകാശത്തിൽ നമ്മള് അതിനായ ദൈവത്തിന്റെ മഹതേറിയ വേദയാ ചെയ്യുന്നത് ഒരു പ്രകാശം കാണുവാനിടയായി. ഞാൻ അത് കണ്ടു കഴിഞ്ഞ് പിന്നെ ഞാൻ കടന്നുറങ്ങി കഴിഞ്ഞപ്പോൾ ഈ എന്നെ കളിയാക്കിയ ആ കർത്തദാസൻ നേരത്തെ സഭയിലെ കർത്തദാസനെ കാണിച്ചു. ഞങ്ങളുടെ ഈ ഫലത്തെ പറ്റി ഒരു വലിയ മൈക്രോട്രിയെ കാണിച്ച് ഇങ്ങനെ വലിയ 10-60 മാങ്ങ ഉള്ളത് ഞാൻ 15 പേർക്ക് ഇറക്കി കൊടുക്കുന്നു. എന്നാൽ മറ്റേ കർത്തദാസനെ കമ്പ് വെട്ടിയത് ചെറുതുമായ ഉണ്ണിമാങ്ങ വലിയ മാങ്ങയായിട്ടൊക്കെ കാണുന്നു. അന്നേരം എനിക്ക് ഇതൊന്നും മനസ്സിലായി. പെട്ടെന്ന് എന്തോ ആയിരിക്കും മനസ്സിലായി. എന്നാ രാവിലെ ഞങ്ങള് കിറ്റാറ്റിൽ പരിശോധന പോകാനായിട്ട് തിരുവിലായി പുതിയ വണ്ടി കർത്തദാസൻ എടുത്തിട്ടുണ്ടായിരുന്നു എന്നോട് വന്നുകൊണ്ടിരുന്നത്. അന്നേരം പുള്ളി ചെന്ന് നോക്കിയപ്പോൾ ഈ തവിട്ട് നിറം പാൻസും ചെക്കുടുക്കുമായിട്ട് നിൽക്കുവാണ്. ഞാൻ അയ്യോ ശിക്ഷ അടയാളം കൊടുത്തപ്പോൾ ഞാൻ ഇതുപോലെ ദോഷം പറഞ്ഞൊരു ഭാഷയാണ്. ഞാൻ പറഞ്ഞു ഇന്നപോലെ ഇങ്ങനെ ഒരു സംഭവം കണ്ടല്ലോ എന്ന് പറഞ്ഞു. അന്നേരം അയ്യോ ഇത് കൂടി ദൈവം വെളിപ്പെടുത്താനുണ്ട്. എന്നെ കണ്ട് 10-15 വയസ്സ് മൂപ്പാണെങ്കിലും ആ കർത്തദാസൻ ഇങ്ങനെ പറയുവാനിടയായി. അന്നേരം ഞാൻ പറഞ്ഞു ഇത് ഭയങ്കര അതിശയമായി. അതുപോലെ ഇന്ന ഫലം പറഞ്ഞു നമുക്ക് മറ്റുള്ള സുഹൃത്തുക്കാരായി നമ്മൾ അപ്പോസ്തലന്മാരായിട്ട് നടന്നാലും നല്ല ഫലമുണ്ട് എന്നാണ് ദൈവത്തിന്റെ പേര് സത്യമാണെന്ന് ദൈവത്തിൽ തെളിയിക്കണമെന്ന് ചോദിക്കും. അന്നേരം എനിക്കൊന്നുകൂടെ ഒരു ആത്മീയ ഒരു തേജസ് എനിക്ക് ഉണ്ടാകുവാനിടയായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിന്റെ 28ാമത്തെ ദിവസം ഈ പറഞ്ഞ ഷാർജ പ്ലെയിന് തന്നെ ഞങ്ങൾ 2 കൂടെ ടിക്കറ്റ് എടുത്ത് അവിടെ ചെല്ലുവാനിടയായി. അന്ന് എന്റെ മകളെ
നഴ്സിംഗ് പഠിച്ച് 23-ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ച് അവിടെ താമസിക്കുകയാണ്. ചെറിയ റൂമിലൊക്കെയാണ് അവിടെ MOH എഴുതി കഴിഞ്ഞപ്പോൾ നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടാഞ്ഞതുകൊണ്ട് ചെറിയ പ്രൈവറ്റ് ഡിസ്മിസറിലാണ് ഇപ്പോഴും ജോലി ചെയ്യുന്നത്. അങ്ങനെ അവിടേക്ക് പോയി അവിടെ ആ റൂമിൽ ഞങ്ങൾ ഒന്നിച്ച് ആകുവാനിടയായി. നമ്മൾ ഇവിടെ പെട്ടുപോയത് ഞാൻ പറയുന്നത് 7 ആംബുലൻസിൽ തന്നെ ദൈവം അയക്കുന്ന ഒരു വാക്ക് എന്റെ ജീവിതത്തിൽ എളുപ്പം വരിക ഞങ്ങൾ പറയുവാനിടയായി. ഒരാഴ്ച ആദ്യം ചെന്നപ്പോൾ പ്രോഗ്രാമൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് അവിടെ ഒരു മാവിയുടെ മോനെ അവിടെ ഷാർജയിലും അജ്മാനിലും ഒക്കെ ഈ പെയിന്റുകൾ നടത്തുന്നുണ്ടായിരുന്നു. അവർ ഞങ്ങളെ കാണുവാൻ വന്ന് ഞങ്ങൾക്ക് ഒരു 500 ഡർഹംസ് വീതം തരുവാനിടയായി. അന്ന് ഏതാണ്ട് 17-18 രൂപ ഒരു ഡർഹംസിന് നമ്മളിവിടുത്തെ 17-18 രൂപ ഒക്കെ ചാർജുള്ള സമയമാണ് സമയമാണ്. ഞങ്ങൾ അങ്ങനെ അവിടെ ചെന്ന് പിറ്റേ ആഴ്ച മുതൽ ഞങ്ങളെ കൊണ്ടുപോയ ദേവാസൻ ആദ്യം ജസറായി ഞങ്ങളെ വിട്ടു. പിന്നെ അവിടുന്ന് പ്രോഗ്രാം തുടങ്ങി. വെള്ളി ഞായറാഴ്ച എല്ലാ ദിവസവും പ്രോഗ്രാമായി. ഞങ്ങളെ 7 ആംബുലൻസിൽ അബുദാബി, ദുബായിലെ ഹരാമ, അതുപോലെ ഷാർജ, അജ്മാന്, റസൽഖൈമ, ഇങ്ങനെ എല്ലാ 7 ആംബുലൻസിൽ ഞങ്ങളെ ഏതാണ്ട് 97 ദിവസം അവിടെ നടക്കുവാൻ. എന്നാൽ ഇതിന്റെ ഇടയിൽ പള്ളിയൊക്കെ സുശേഷം പറയുന്നുണ്ട്. ആ സുശേഷം പറഞ്ഞ പ്രാർത്ഥിച്ച് ആ പുള്ളിക്ക് മക്കളില്ല, 10 വർഷമായിട്ട് അവരുടെ സഹോദരിയുടെ വിവാഹം കഴിച്ചു. ഇതൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ കർണാടകത്തൊക്കെ പറഞ്ഞ് സുശേഷം നല്ലൂർ പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇനി തിരിഞ്ഞു. അതുകൊണ്ട് തിരിഞ്ഞു വന്ന് നമ്മുടെ കായംകുളം പാലം കഴിഞ്ഞ ഒരു പാലമുണ്ട്. ആ പാലത്തിന്റെ അവിടെ വന്ന് പെട്ടെന്നൊരു ബന്ധായിരുന്നു. 2018 ഏപ്രിൽ മാസം 18-ാം തീയതിയാണ്. ഒരു രാവിലെ ഒരു 8 മണിയായി കാണത്തുള്ളൂ. അന്ന് ഞാൻ ആ പാലത്തിനവിടെ വന്നപ്പോൾ ഒരു കാറ് 3-4 പേര് മദ്യപിച്ചാണോ എന്തോ അറിയത്തില്ല. അവര് വന്ന് എന്റെ യൂണിക്കോൺ ബൈക്കാണ് വന്നിരിക്കുന്നത്. 25 കിലോ ഉള്ള ഒരു ബൈക്കാണ്. അതുമായി പൊക്കി എന്നെ എറിഞ്ഞ് ഒരു കല്ലിന്റെ ഇടയിൽ ഏതായാലും ഭാഗ്യത്തിന് ഞാൻ അന്ന് ഹെൽമെറ്റ് നല്ല മുറുക്കിക്കെട്ടിരുന്നത് നിമിത്തം ആ ഹെൽമെറ്റ് എല്ലാം ചിന്നിപ്പോയി. എന്റെ തലയോട്ടി ഇവിടെ താടിയിൽ ഇവിടെ 14 കുത്തിക്കെട്ട്, മേളിൽ 5 കുത്തിക്കെട്ട്, ഈ 7 എല്ല് പൊട്ടല്, കടലിന്റെ അവിടുത്തെ ഒരു എല്ല് പൊട്ടല്, ഈ കൈകളെല്ലാം പൊട്ടലാണ് എന്റെ. എന്നെ അവിടുന്ന് അവര് ഗവൺമെന്റ് ആശുപത്രി കൊണ്ട് എന്റെ മൊബൈൽ ഉണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ കൊണ്ടുപോയി അവിടെ ചെന്ന് ഫോൺ വിളിച്ചിട്ട് പല ടീമുകളായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ജോസഫിച്ചാനെ, മാത്തുച്ചാനെ, അവർക്കൊക്കെ ഇവിടെ പിന്നെ ജോർജ് പാഷയോട് സുനിൽ സാർ എന്ന സഹോദരനെ ഞങ്ങളുടെ ഞാൻ നിൽക്കുന്ന സഭയിലെ അവിടുത്തെ പാസ്റ്റർ ജോർജ് പാസ്റ്റർ എന്ന് പറഞ്ഞ പാസ്റ്റർ അതൊരു ബൈബിളിൽ പോയി പിടിക്കുക. അദ്ദേഹത്തെ ഞങ്ങളുടെ സഭയിലെ പിള്ളേരെല്ലാം വിട്ട് പിന്നെ ഞങ്ങളുടെ സഹോദരങ്ങൾ എന്റെ മോൾ വിളിച്ചോണ്ടിരുന്നു. അവള് പറഞ്ഞു പപ്പ ഇതുപോലെ വണ്ടി ഇടിച്ച് കിടക്കുന്നതെന്ന് പറഞ്ഞു ഗവൺമെന്റ് ആശുപത്രിയിൽ അത് പറയായിരുന്നു. അവിടുന്ന് എല്ലാവരും കൂടെ വന്ന് എന്നെ അവിടുന്ന് ആലപ്പുഴ പണ്ടാനത്തിലേക്ക് പോകാനിടയായി. അവിടെ മെഡിക്കൽ കോളേജിൽ ചെന്ന് സ്കാനൊക്കെ എടുത്തപ്പോൾ ഇങ്ങനെ എനിക്ക് ബോധമൊന്നുമില്ല. മൂക്കിൽ കൂടെ ബ്ലഡ് പോയി കിടന്ന അവര് പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്ക് സംസാരിക്കുന്നൊന്നും അവർ എനിക്കൊന്ന് ഓർമ്മ എനിക്ക് എന്റെ ബുദ്ധി മണ്ഡലത്തിന്റെ എല്ലാം മാറി. ആകെ ഞാൻ മൂക്കൂടെ വിളിച്ച് നല്ല കിട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. അവിടുന്ന് തന്നെ 5 മണിയായപ്പം കൊണ്ടുവരുവാനിടയായി. വരുമ്പോ എന്റെ അവര് ആ വണ്ടിക്കാരെ ഞാൻ മദ്യപിച്ചാന്ന് പറഞ്ഞ് അവിടെ കളിക്കുന്നത്. അവിടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ ചേട്ടന്റെ മോനെ അവിടെ എന്നെ കാണാൻ വന്നപ്പോൾ അവിടെ ഒരു നേഴ്സ് ഒരു ഭാഷ ഒരു മകൻ ഉണ്ടായിരുന്നു. ആ ഭാഷ എല്ലാം അവന്റെ ഇവിടെ വന്നത് ചോദിക്കുവാനിടയായി. അതുപോലെ എന്റെ പാപ്പൻ തന്നെ ഇവിടെ വണ്ടി ഇടിച്ച് കൊണ്ടുവന്നു. അയ്യോ അവിടെ കിടക്കുന്ന ആരാ ചോദിച്ചു. അവിടെ പാപ്പൻ സാവിച്ചാരാന്ന് പറയാനിടയായി. അന്നത്തേക്ക് എന്റെ അവര് അവര് ഓടി ചെന്ന് ആ ഡോക്ടറെ എടുക്കാൻ ചെന്ന് ഡോക്ടറെ എടുക്കാൻ ചെന്ന് പറഞ്ഞു അയ്യോ ആ ശിക്ഷകനാണ് 25 വർഷത്തിൽ ചെലവാനുമായ ശിക്ഷകനായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് പറയാനിടയായി. അവർ മദ്യക്കെത്തുന്നില്ല മാറ്റിയല്ലെന്ന് പറഞ്ഞു. ഒടുവിൽ ആ ഡോക്ടർ പിന്നെ എന്നെ നോക്കി മരുന്ന് തരുവാൻ. എന്നാൽ എനിക്ക് വർത്താനം പറഞ്ഞിട്ട് താടിയെല്ലാം മുറിഞ്ഞുകൊണ്ട് നീതി വെച്ച് ആള് അറിയാത്ത രീതിയിലുമായി ഞാൻ അങ്ങനെ അവിടെ 7 ദിവസം ചെല്ലുവാൻ അയച്ചു കിടന്നു. 12-ാമത്തെ ദിവസം ഞാൻ അവിടുന്ന് വീട്ടിൽ പോകുന്നു. അദ്ദേഹം പറഞ്ഞു ഉണ്ണിക്കല്ലേ ഒക്കെ ചിന്തിച്ചിരിക്കുവാണ്. എനിക്ക് ആകെ എന്റെ മോർണിംഗിൽ പോയത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ മോളെ 5 വർഷം ഇളയ മോളെ ബൈബിൾ കോളേജിൽ ഐജിഒയിലും കീഴിലത്തും ഇംഗ്ലീഷ് മീഡിയം ബൈബിൾ കോളേജിൽ പഠിച്ചവളാണ്. അവിടെ നല്ലൊരു നിവാസം കൊണ്ട് വിവാഹം കഴിക്കേണ്ട ഒരു അവസ്ഥ സന്തോഷത്തിൽ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സംഭവങ്ങളെല്ലാം എനിക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ
എനിക്ക് തല ഇറങ്ങും. അങ്ങനെ ഇപ്പൊ ഞങ്ങളുടെ സഭയിൽ ഒരാളെ ഒരു ഇളയ മോക്ക് ഒരു ഗവാനുമായി വന്ന ഇളയ മോക്കുകളുടെ 22-23 വയസ്സാകുന്നേ ഉള്ളൂ. അന്നേരത്തേക്ക് അവിടെ അന്നേരത്തേക്ക് ഞാൻ പറഞ്ഞു ദിവാസന്മാരെ കൊണ്ട് കെട്ടിക്കുന്നുള്ളെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. അപ്പൊ കഴിക്കുന്നുള്ളത് പറഞ്ഞിരുന്ന ഒടുവിൽ ഇവിടെ നമ്മളെല്ലാരും പറഞ്ഞു ഈ സാഹചര്യത്തിൽ നമ്മള് ചിലപ്പം ഇവിടെ വിവാഹം കാണാൻ ഇരുത്തിയിരിക്കുന്നൊക്കെ പറയുവാനിടയായി. അങ്ങനെ ഞാൻ പറഞ്ഞു തന്നാ പോട്ടെ, നല്ലൊരു പയ്യനാണ്, അവന് ജോലിയായിരുന്നു. അവിടെ നിന്ന് വന്ന് കണ്ടേ പെട്ടെന്ന് ചില ഏജ് 5-6 വയസ്സ് വ്യത്യാസമുണ്ട്. എന്നാ വേണ്ടാന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു മോളെ നീ ആയാലും അതിന്റെ ഭാവി എന്താ ദൈവത്തിന്റെ അറിയത്തുള്ളൂ. അന്നേരം അവൻ വന്ന് ഇഷ്ടമാണെന്നൊക്കെ ചോദിച്ചു. എന്റെ കുഞ്ഞ് എല്ലാവരും മനസ്സാവുള്ള ഒരു മോളാണ് എന്റെ ഇളയ മോളെ. അന്നേരം അവളൊക്കെ പറഞ്ഞ അവർക്ക് ആപ്പിളായിട്ടൊന്നുമില്ലല്ലോ, വീടൊക്കെ പണിതുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ മക്കളാണെങ്കിൽ നേഴ്സും ഒക്കെയാണ്, അവരെ കെട്ടിച്ചതാണ്. എന്താ പെണ്ണ നമുക്ക് ആരും പെട്ടെന്ന് ആലോചിച്ചു. അത് കല്യാണം വിവാഹം കഴിച്ചെന്നാ എനിക്ക് ഒന്നും കഴിക്കാനോ ഒന്നിരിക്കാൻ വയ്യാത്ത അവസ്ഥ. എന്നാ അയ്യോ അന്ന് ഞാൻ എന്റെ ആഗ്രഹിച്ച മോനെ നല്ല രീതിയിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അന്ന് കുമ്പനാട്ട് വെച്ച് 750 പേര് 200 ഭാഷന്മാർ തന്നെയാണ് പല സെക്ഷനിലുള്ളവരുണ്ടായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് വിവാഹവും കഴിഞ്ഞ് ഇന്നിപ്പം 3 കുഞ്ഞുങ്ങൾക്കും മൂത്തവർക്ക് 10 വയസ്സുള്ള ഒരു മോളെ, ഈ ഇളയ മോക്ക് 6 വയസ്സാകുന്ന ഒരു മോളുണ്ട്. മോന് ഇപ്പം 3 വയസ്സായ ഒരു മകളുണ്ട്. മോനെ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച് എല്ലാ ദിവാസന്മാരും അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ച ഇതാണ്, അതുകൊണ്ട് ഒരിക്കലും ഞാൻ അവരിന്ന് കൊടുക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. ഏതായാലും ദൈവം പിന്നെ ഞാൻ വേറൊരു സഭയുടെ അസിസ്റ്റന്റായിട്ട് ഒരു ദിവാസയുടെ പോയി അവിടെ ഒരു പ്രവർത്തനം തുടങ്ങി. പുതിയൊരു പ്രവർത്തനമാണ്. അവിടെ തന്നെ ഞാൻ എന്റെ പഞ്ചായത്തിൽ തന്നെ ആയതുകൊണ്ട് അനേകരെ പോയി സുശേഷം പറയും. കുറച്ച് ആൾക്കാരവിടെ വന്നു. ആ സമയത്ത് ഞാൻ ഒരാൾക്ക് ഒരു ശവക്കോട്ട ഈ സഭയ്ക്ക് ഒരു ശവക്കോട്ട മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് ഞാൻ എന്റെ ഒരു കൂട്ടുകാരൻ്റെ എന്റെ 1.25 ലക്ഷം രൂപ മേടിച്ച് ശവക്കോട്ട മേടിച്ചത്. ആ ദിവസം പറഞ്ഞു എന്റെ പേരൂടെ അതിനകത്ത് വെക്കണമെന്ന് പറഞ്ഞു. പുള്ളി ഒരു മാസ്റ്ററാണ്. എന്ന് പറഞ്ഞു ചിലവരെ അത്യാവശ്യം വന്നാൽ, നാട്ടിൽ വന്നൊരു അത്യാവശ്യം വന്നാൽ എനിക്ക് അവിടെ വടക്കുവല്ലം ചെയ്യണം, അതുകൊണ്ട് എന്റെ പേരൂടെ വെക്കണം എന്ന് പറഞ്ഞു. എന്നാൽ ഈ ദേവാസം പറഞ്ഞു കുറ്റിയിലുള്ളവർക്ക് മാത്രമേ പറ്റത്തുള്ളെന്നും പറഞ്ഞ് എന്നെ വായിക്കേണ്ട ഒരു ഗതിയിൽ വന്നു. എന്നിട്ട് ഞാൻ ഇവരോട് സ്നേഹിച്ച് നിന്നു. അത് കഴിഞ്ഞപ്പോ കുറച്ച് കഴിഞ്ഞപ്പോൾ 7 വർഷക്കാലം ഞാൻ ഒരു പൈസ ഞാൻ 8,000 ദശാംശമോ ഒരു കുഞ്ഞുങ്ങളുടെ ദശാംശം കൊടുത്തോണ്ടിരുന്നു. എന്നാൽ പുള്ളിക്കാരൻ ഒരു വല്ലാത്തൊരു സംതൃപ്തി എന്തോ അതെനിക്ക് അറിയത്തില്ല. കുടിയിൽ എന്നോട് ഇങ്ങനെ വിധത്തില് എന്റെ ശുശ്രൂഷയായിട്ടില്ലെങ്കിലൊക്കെ പറഞ്ഞു. ആദ്യം പിതാ പറഞ്ഞാൽ നമുക്ക് വലിയ ഇഷ്ടമായിരുന്നു ആദ്യകാലം. പിന്നെ എന്തോന്ന് എനിക്കറിയാൻ വയ്യ. അങ്ങനെ ഇരിക്കുമ്പോ എന്നെ അവിടുന്ന് മാറ്റാളെ കുറച്ചാളെ കൊണ്ട് അവിടെ മാറാൻ പരിപാടിക്ക് പുള്ളി ഞാൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു ദർശനം കണ്ടു. കഴിയാ പിന്നെയും എല്ലാ ഇടത്തും പോയി സുവിശേഷം അറിയിക്കാൻ ഒരു 10-150 പേരെ കാണിച്ചിട്ട് എന്നെ ഒരു വിവാഹക്കാരുടെ പേരും പറഞ്ഞതിനെ ഇങ്ങനെ കാണിച്ചു. എന്നാൽ ഞാൻ ചേട്ടാ എനിക്ക് ദൈവം എന്നെ വിളിച്ച വിളി പൗലോസ് പറഞ്ഞ പോലെ എന്റെ വിളിയുടെ ആശ ഇന്നാന്ന് മനസ്സിലാക്കി ഞാൻ വിചാരിച്ചു എനിക്ക് ഈ താളം കാരണം അങ്ങനെ തന്നെ പോയേക്കാം. എനിക്ക് വ്യക്തിപരമായിട്ട് ഒറ്റയ്ക്ക് സുവിശേഷം പറയാൻ ഒരു വലിയ ദൈവം വിളിക്കുക. അങ്ങനെ ദൈവാലയ പല പിന്നെ അതിനെ കണ്ടിരിക്കുന്നത് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് തിരുമുണ്ട് പഞ്ചായത്തിൽ ഏതാണ്ട് കുറ്റിക്കാടി വഴി പോലെ എരപ്പലിക്കര വരെ എന്ന് പറയുന്ന സ്ഥലം ഏതാണ്ട് ഒരു 8-10 കിലോമീറ്ററോളം ഉണ്ട്. അങ്ങനെ ഒരു അനേകം വീടുകളുണ്ട്. അതിലെ ഒരു 90% കൂടുതൽ ഹിന്ദുക്കളുടെ എല്ലാം ഞാൻ എന്നാൽ ഹിന്ദുക്കളൊക്കെ ഭയങ്കര എതിരുള്ള പ്രദേശമാണ് നിരൂപിത പ്രദേശം എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾ എല്ലാ ദിവസവും ഭാഷമാർ പോയാൽ അവർ പ്രതികരിക്കും അങ്ങനെയൊക്കെ. ഞാൻ പറഞ്ഞു ഞാൻ ഏതായാലും ഈ ദേശത്തുകാരല്ലേ അങ്ങനെ പറഞ്ഞു. ഞാൻ അങ്ങനെ എല്ലാ ദിവസവും പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ലാസ്റ്റ് ദിവസം ഒരു ദിവസം ഒരു സഹോദരൻ വന്ന് ഒരു സഹോദരി പറഞ്ഞു ഞങ്ങളുടെ കൊടുക്കണ്ട വേറെ ഒരു പയ്യനെ വിളിച്ചു. ആ പുള്ളിക്കാരൻ വന്നപ്പോ എന്നോട് ഇവിടെ എന്താ പരിപാടി? ഞാൻ പറഞ്ഞു ഇത് സുവിശേഷം അത് എവിടെ വീട്ടിൽ വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതിനകത്ത് ജാതിയോ മതമോ ഇല്ല, ദൈവം ഒരുവരേ ഉള്ളൂ. ആ ദൈവത്തെ ആരാ തിരിച്ചറിയുക? അതിനകത്ത് പല നിങ്ങളുടെ ഭക്തന്മാരിൽപ്പെട്ടവർക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ ദൈവത്തെ ആരാ തിരിച്ചറിയണമെന്ന് പറയാനിടയായി. ഞങ്ങളുടെ വീടുകളൊന്നും കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു വേണ്ടെങ്കിൽ വേണ്ട. ഞങ്ങൾക്ക് ഇവിടെ മന്തി കഴിക്കില്ലേ? കാരണം ഇങ്ങനെയാണ് ഇന്നാലിന്നൊക്കെ പേര് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് അത്ര ഞങ്ങളുടെ കൃഷിയുള്ള സമയത്ത് ഇങ്ങനെ വെള്ളം അടിച്ചു നടന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എവിടെ ഇഷ്ടംപോലെ വെള്ളം അടിച്ചു നടന്നത്. ഇപ്പൊ നീ കാണോ ഇതിന്റെ സ്കൂളിലെ ഇപ്പൊ കഞ്ചാവ് പിടിച്ചു പിള്ളേർ 10 വയസ്സിൽ
4 വയസ്സുള്ള പിള്ളേരെ കഞ്ചാവും ഒക്കെ കിട്ടി പിടിച്ച് കണ്ടുവച്ചു, ഇതവരെ കണ്ടുവച്ചു വെച്ചു. അത് ഞങ്ങൾ നടത്തിക്കൊള്ളാന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ നശിച്ചു പോകാൻ ഒരുത്തൻ നന്നായാൽ അവന്റെ വീട് നന്നാവും, അവന്റെ ദേശം നന്നാവും, ദൈവം പ്രസാദിക്കും. അതാണ് സുവിശേഷത്തിന്റെ മാറ്റം. ഇതിനകത്ത് ജാതിയോ മതമില്ല. യേശുക്രിസ്തു പറഞ്ഞ ഒരു മതവും സൃഷ്ടിച്ചില്ല, ഒരു മാർഗവാണിക്ക് സ്വർഗരാജ്യം എന്നത് യാഥാർത്ഥ്യമാണെന്നും അവിടെ അനേക വാസസ്ഥലങ്ങളുണ്ടെന്നും ഞാൻ പോയി സ്ഥലമൊരുക്കുക, ഞാൻ നിങ്ങൾക്ക് വീണ്ടും സ്ഥലമൊരുക്കി നിങ്ങളെ വന്ന് ചേർത്തുകൊള്ളും, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാവുന്നു, ഞാൻ മുഖാന്തരമല്ല മറ്റേ ഒരു ദൈവമില്ലെന്ന് അവിടെ വിളിച്ചു പറയുവാനിടയാൽ. അന്നേരം അങ്ങനെ പറഞ്ഞ് ഞാന് ദൈവത്തിന്റെ സന്നിധിയില് ഹല്ലേലൂയ അത് ഞാൻ ഇങ്ങനെ അത് പറഞ്ഞല്ലോ, ഇതിന് മുമ്പേ ഞാൻ സ്ഥാനപ്പെട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാപിച്ചെങ്കിൽ സുശക്തനായി പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ എന്റെ പല പരിശോധന കടന്നു വന്നെങ്കിലും അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് 2 വർഷത്തിന് മുമ്പേ ലാസ്റ്റ് ദിവസം എനിക്ക് പെട്ടെന്ന് ഒരു സ്ട്രോക്ക് വരുവാണ്. ലാസ്റ്റ് ഡിസംബർ 30-ാം തീയതിയാണ് എനിക്ക് പെട്ടെന്ന് രാവിലെ എൻ്റെ ഒരു വശം കൂടി പെട്ടെന്ന് എനിക്ക് ഒരു വശം അങ്ങ് തളർന്നു. ഞാൻ കാര്യമാണ്, എനിക്ക് 10 പൈസ എടുക്കാനില്ല. കുറച്ച് വർഷങ്ങളായിട്ട് കഠിനമായ പരിശോധന, സാമ്പത്തികമായി എനിക്ക് മറ്റേ 10,000 രൂപയുടെ ബിസിനസ് ചെയ്യുന്ന 2,000 രൂപയ്ക്ക് ലാഭം കിട്ടിക്കൊണ്ടിരുന്ന ഒരു 13 മാസമായിട്ട് എനിക്ക് കഠിനമായ ശോധന. രാവിലെ രാത്രി ഒക്കെ വായിട്ടുമെല്ലാം ഞാൻ പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും ഇങ്ങനെ ഭയങ്കരമായ കൂടെയാണ് ഞാൻ അടുത്ത കാലത്തെല്ലാം പോകുന്നത്. 3-4 പ്രാവശ്യം പരിശ്രമങ്ങളെ 3-4 ടീമിലൂടെ ഞങ്ങളെ കൊറോണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കൂട്ടങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കൂട്ടങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. മിക്ക ദിവസം ഞാനിങ്ങനെ സുഖയിലൊക്കെയാണ്. അതുപോലെ ഒരു പല സഭകളിലൊക്കെ പോകുമ്പോഴൊക്കെ ഞാൻ പോയി ശുദ്ധ ചെയ്യാൻ പോയിട്ടുണ്ട്. ഞാൻ പല വിധത്തിലൊക്കെ പോയ കാലങ്ങളുണ്ട്. അതുപോലെ ബോംബെയുടെ പ്രദേശത്തും ഡൽഹിയുടെ പ്രദേശത്തും തമിഴ്നാട് പ്രദേശത്ത് പോയി ദൈവത്തെ അറിയുവാൻ ദൈവം എന്നെ ഇടയാക്കി. എന്റെ കർത്താവ് ഇവിടെ ഷോക്ക് വന്നപ്പോ ഞാനിങ്ങനെ പറയും, കർത്താവ് നീ എന്നെ വിടുവെച്ചേ മതിയാവും, എന്റെ സാഹചര്യം നീ എന്നെ അറിയുന്നു, ഏത് രൂപത്തിൽ സൗഖ്യമാക്കിയ ദൈവം. 27 വർഷക്കാലമായിട്ട് എനിക്ക് ക്യാൻസർ വിടുതന്ന ദൈവം, ഇന്ന് വരെ ഞാൻ ക്യാൻസർ മരുന്ന് കഴിക്കത്തില്ല എന്ന് ഈ ദേശങ്ങളിലെല്ലാം പോയി എന്റെ കർത്താവ് സാക്ഷാൽ രോഗങ്ങളെ വായിക്കുന്ന ദൈവമാണെന്നും അവൻ ഭാവികളെ രക്ഷിക്കുന്നെന്നും രോഗികളെ സൗഖ്യമാക്കുന്നും പരിശുദ്ധാത്മാ നൽകുന്നും അവൻ രാജാവായി വേഗം വരുന്നെന്നും അത്ഭുതമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ദൈവം ജീവിക്കുന്ന ദൈവമാണെന്ന് എല്ലായിടത്തും സാക്ഷി പറയാൻ ദൈവം എന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ എന്നെ അല്ലെങ്കിൽ കേൾക്കുന്ന സർവ്വ ജനമേ, സർവ്വ ദേവാസന്മാരെ, നമ്മൾ ഏത് കഷ്ടങ്ങൾ വന്നാൽ അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, നിങ്ങൾ എങ്കിലും ധൈര്യപ്പെടുവി, കർത്താവ് ഇത് മാത്രം കഷ്ടത നമ്മുടെ പാപത്തിന് പകരമായി ആ കർത്താവ് നമ്മളെ വേണ്ടി യാഗമായി മുട്ടേടധാരിയായി വിലാപ്പുറത്ത് വിട്ടുകൊണ്ടുവരായി പിതാവിന്റെ കൈവിട്ടെന്ന് വിളിച്ചു കഴിയുമ്പോൾ ആ പിതാവ് നമ്മളെ ഓരോരുത്തരെ ഓർത്ത് കാലസമ്പൂർണ്ണ മുമ്പേ നമ്മളെ ഓരോരുത്തരെ കണ്ടിരുന്നു. ക്രിസ്തു കൂടെ നമ്മളെ ദത്തെടുത്ത ക്രിസ്തുലേഖത്തിൽ പറയുന്ന പോലെ നമ്മളെ നിങ്ങളെ എടുത്ത കർത്താവ് നമ്മളെ കൈവിടുകയില്ല. നമുക്ക് ഈ ലോകത്തിൽ കഷ്ടമുണ്ടെങ്കിലും നമ്മുടെ ജീവിതം താൽക്കാലികമാണ്. ഇവിടെ ഹല്ലേലൂയ നമ്മളെ ഇതെല്ലാം വിട്ടുപോയേ പറ്റത്തുള്ളൂ. ഇവിടുത്തെ സാമ്പത്തികത്തിന് വേണ്ടിയാണ് ഇന്ന് നല്ലൊരു ശതമാനം ആൾക്കാര് വിശ്വാസ ജീവിതത്തിൽ ജീവിക്കുന്നത്. അതല്ല, നിത്യത ചെല്ലണോ പത്രോസ് പറഞ്ഞിരിക്കുന്ന പോലെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾക്ക് ആത്മശോധനയ്ക്കായി ഒരു അപൂർവ കാര്യം സാധിച്ചു പോയെങ്കിൽ കഷ്ടത വന്നെങ്കിൽ നിങ്ങള് ഒന്നിനെയും കൂടെ അല്ലെങ്കിൽ ഭയപ്പെടലെന്ന് അവിടെ പറയുന്നെങ്കിൽ പറയുന്നു അല്ലെങ്കിൽ പങ്കുവയ്ക്കാങ്ങളെ ഉല്ലസിച്ച് ആനന്ദിച്ചുകൊള്ളുകയും നിത്യതയോടെ പൗലോസ് പറയുന്നു. ഹല്ലേലൂയ 3-ാം സ്വർഗ്ഗത്തോട് എടുക്കപ്പെട്ട പൗലോസ് പറയാണ് ഹല്ലേലൂയ 3 പ്രാവശ്യം ഉപസിച്ച് ആ പൗലോസിനോട് കർത്താവ് പറയുവാണ് എന്റെ കൃപ മതി. ഹല്ലേലൂയ പൗലോസ് പിന്നെ പറയുവാണ് ഞാൻ ഒന്നു ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്ന് മുമ്പുള്ള ക്രിസ്തുവിന്റെ വരവിളിക്കാൻ ഞാൻ കൊടുത്തുള്ളൂ, നിങ്ങൾ തികഞ്ഞൊഴുകുകയും ഓർത്തുകൊള്ളുന്നുണ്ട് എന്നൊക്കെ ഫിലിപ്പിയർ 3:12 പോലെ വാക്കുകൾ വായിക്കും നമുക്കാണ്. അതിന് 20-ാം വാക്യത്തിൽ പറയുന്നു എന്റെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു,
കർത്താവേ, ഹല്ലേലൂയ, ക്രിസ്തു പറയുവാണ്, അവൻ താമസിയാതെ വന്ന് നമ്മളെ ചേർത്ത് കൊള്ളും. ആ പൗലോസ് കൂടി പറയുവാണ്, എന്റെ നിരാണ കാലം അടുത്തു, ഞാൻ നല്ല പോരുന്നു, ഓട്ടം തികച്ച് വിശ്വാസം കാത്തു, ഇതിന്റെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ നല്ല ഓടിയാൽ മാത്രമേ നമുക്ക് കിരീടം പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. നമ്മുടെ കുറവുകൾ ആരും ഇന്ന് പറയട്ടെ, പരിഹാസം പറയട്ടെ, അനവധി നിന്റെ പരിഹാസം കേട്ടിട്ടുണ്ട്. എന്റെ സഹോദരങ്ങളെ, അവരുടെ മക്കളും കുറ്റിമക്കളുമായിട്ട് 150 പേരുണ്ട്. അവരെല്ലാവരേക്കോ വേറെ വിധത്തിൽ ആഗ്രഹം ഭവനത്തിൽ പോലും കയറാൻ എന്റെ മകന്റെ കാര്യം പറഞ്ഞു. എന്റെ കർത്താവ് എന്റെ മകനെ ഈ അടുത്ത സമയത്ത് കൂട്ടിവരുത്തി ഇപ്പോൾ എന്റെ ഭവനത്തിന്റെ ചില കാര്യങ്ങളൊക്കെ കടന്നിട്ടാന്ന് പറഞ്ഞൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. അവരുമായിട്ട് ഒന്നിച്ച് സന്തോഷിച്ച് ജീവിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുവാണ്. ഞങ്ങൾക്ക് നല്ല ദൈവം എങ്ങനെ ഏത് താരം തരുന്നോ അത് വിശ്വസിച്ചുകൊണ്ട് വ്യാപാരം ചെയ്യുവാൻ ദൈവം പരിശുദ്ധാത്മാവ് കൃപ തരട്ടെ, ദൈവം കൃപ തരട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. അനുഗ്രഹീതമായ സാക്ഷ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്തദാസനെ ദൈവം ഇത്രത്തോളം കരങ്ങളിൽ വഹിച്ചല്ലോ. കർത്താവെ, ഞങ്ങളുടെ അഭിഷിക്തനെ ശക്തമായി കരങ്ങളിൽ വഹിച്ചതിനായിട്ട് സ്തോത്രം. തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ പങ്കുവെക്കുവാൻ ദൈവം ഇടയാക്കിയതിനായിട്ട് സ്തോത്രം. ഇന്ന് രാത്രികാലം കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ കർത്താവെ ആ കുടുംബത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. എല്ലാ പ്രയാസങ്ങളുടെ നടുവിലും ദൈവം കൂടെ ഇരുന്നു, രോഗശയ്യയിൽ കൂടെ ഇരുന്നു, പ്രതികൂലത്തിൽ കൂടെ ഇരുന്നു. എല്ലാറ്റിനായിട്ടും സ്തോത്രം. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണം, നന്മകളാൽ നിറയ്ക്കണം. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. കർത്താവ് ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ ദാസനെ അധികമായിട്ട് ഉപയോഗിക്കട്ടെ. കർത്താവിന്റെ നാമത്തിന് മഹിമയ്ക്കായിട്ട് അധികമായി ഉപയോഗിക്കാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയ പ്രേക്ഷകരെ, ഈ കുടുംബത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി അധികമായി കർത്താവ് ഉപയോഗിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. മറാനാഥ.